नमः परमर्षिभ्यः। हरिः ओम्। यस्यान्तन्नादिमध्यं न हि करचरणं नामगोत्रं न सूत्रं नो जातिर्नैव वर्णा न भवति पुरुषो न नपुंसं न च स्त्रीं नाकारं नो विकारं न हि जनिमरणं नास्ति पुण्यं न पापं तत्त्वं नो तत्त्वमेकं सहजसमरसं सद्गुरुं तं नमामि। सदाशिवसमुद्भूतशुद्धज्ञानैकरूपिणीं रमणाचार्यसम्पूर्णां वन्दे गुरुपरम्परां। मौनव्याख्या प्रकटितपरब्रह्मतत्त्वं युवानं वर्षिष्ठान्तेव सदृशिगणैः आवृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रमानन्दरूपं स्वात्मारामं मुदितवदनं दक्षिणामूर्तिमीडे वेदान्तार्थविभासकाय यतये शान्ताय सन्न्यासिने नानावादिनगेन्द्रसङ्घपवये योगीन्द्रवन्द्याय च मोहध्वान्तदिवाकराय भगवत्पादाभिधां बिभ्रते तस्मै भाष्यकृते नमोस्तु सततं पूर्णाय बोधात्मने अपारसच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं ऋण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनां सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयं योऽन्तः प्रविश्य मम वाचम् इमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्। अरुणाचल शिव अरुणाचल शिव अरुणाचल शिव अरुणाचला अरुणाचल शिव अरुणाचल शिव अरुणाचल शिव अरुणाचला अरुणाचलमेन அகமே நினைப்பவர் அகத்தை வேறறுப்பாய் அருணாச்சலா அழகு சுந்தரம் போலகமும் நீயுற்ற பின்னமாயிருப்போம் அருணாச்சலா அகம் புகுந்தீர்த்துன் அககுகை சிறையாய் அமர்வித்ததென்கொள் அருணாச்சலா ஆறுக்காவெனை ஆண்டனை அகற்றிடில் அகிலம் பழித்திடும் அருணாச்சலா இப்பழித்த புனை ஏன் நினைப்பித்தாய் இனியார் விடுவார் அருணாச்சலா இன்றிடும் அன்னையிற் பெரிதருள் புரிவோய் இதுவோ உனதருள் அருணாச்சலா
അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ഇന്നലെ ഇതുവരെ പറഞ്ഞു. മൂന്നാമത്തെ അഹം പോകുന്നത്. അക്ഷരമണമാലൈ നിത്യ പാരായണത്തിൽ വെച്ചുകൊണ്ടേയിരുന്ന് ഹൃദയത്തിൽ അതിൻ്റെ അർത്ഥം സ്ഫുരിക്കണം. കാരണം അത് ഒരു ഭക്തന് ഭഗവാന്റെ അടുത്തുള്ള വളരെ ആഴമായ ഒരു സംവാദമാണ്. അതിൽ പരമാർത്ഥ സത്യമുണ്ട്, ഭക്തിയുണ്ട്, യോഗമുണ്ട്, വിരഹമുണ്ട്, എല്ലാം ഉണ്ട്. ഇതിൻ്റെ സാരമായ വിഷയം പ്രാർത്ഥനയിൽ അഭിന്നമായിരിപ്പോം അരുണാചല എന്നുള്ളതാണ്. ഈശ്വരനുമായി അഭേദമായിരിക്കുക, അചലമായി, അഖണ്ഡമായി, പൂർണ്ണമായി. എന്നുവെച്ചാൽ ഇരിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥനയല്ല ശരിക്കും. അത് കാണിക്കാനാണ് അഴക് സുന്ദരം പോൽ എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ വെറും വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യേവ സത്യം. ചാന്തോക്യോപനിഷത്ത് പറഞ്ഞു. മണ്ണുകൊണ്ട് കലമുണ്ടാക്കുന്നു, മണ്ണുകൊണ്ട് പാവകളുണ്ടാക്കുന്നു, മണ്ണുകൊണ്ട് വീടുണ്ടാക്കുന്നു. ഇതൊക്കെ വീടാണ്, ഇത് കലമാണ്, ഇത് ചട്ടിയാണ്, ഇത് പാവയാണെന്നൊക്കെ വിളിക്കുന്നു. മൊത്തത്തിൽ അവിടെ ഉള്ളത് എന്താ? മൃത്തികേത്യേവ സത്യം. ഒരു മണ്ണേ ഉള്ളൂ. പിന്നെയോ ഈ വ്യത്യാസം എങ്ങനെ വന്നു? വാചാരംഭണം വികാരോ നാമധേയം. വെറും വാക്കുകൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന വെറും ശബ്ദം മാത്രമാണ്. അതിനൊരു കഴമ്പുമില്ലാത്ത ഒരു വെർബൽ ഡിഫറൻസ്, അത്രയേ ഉള്ളൂ. ഇതേപോലെയാണ് ജീവനും ബ്രഹ്മത്തിനുമുള്ള വ്യത്യാസവും വെറും വാക്കുകൊണ്ടുള്ള വ്യത്യാസം മാത്രമാണ്. രണ്ടിലും മൃത്തികേത്യേവ സത്യം എന്ന് പറഞ്ഞ പോലെ രണ്ടിനകത്തും ഒരേ ചൈതന്യം, ഒരേ ചിത്ത്, ഒരേ ബോധം മാത്രമേ ഉള്ളൂ. ഇതിനകത്തുള്ള ആ ചൈതന്യത്തിനെ, ആ ബോധത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, പിണ്ടാണ്ടത്തിൻ്റെ ഉള്ളിൽ ഉള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാണ്ടത്തിനുള്ളിൽ അത് തന്നെ. ഇവിടെ എന്തുണ്ടോ അത് തന്നെയാണ് അവിടെയും. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരം, അത് കഴിഞ്ഞ് ഈശ്വര സാക്ഷാത്കാരം ഒന്നുമില്ല. ആത്മസാക്ഷാത്കാരം തന്നെ ഈശ്വര സാക്ഷാത്കാരം. ആത്മാഹി ഈശ്വര. ആത്മസ്വരൂപം അറിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെയും അറിഞ്ഞു. ഇതാണ് അതിൻ്റെ സാരം. അപ്പോൾ അറിവ് കൊണ്ടാണ് അഭിന്നത. ഇല്ലാത്ത ഭിന്നത വീണുപോയി. ഭിന്നത ഉണ്ട് എന്ന് വിചാരിച്ചു, വാസ്തവമായ അറിവ് വന്നപ്പോൾ അഭിന്നത വീണുപോയി. അങ്ങനെ ആ ഉള്ള സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ ഇരുന്നു കൊണ്ടാണ് ഭഗവാൻ ഇത് ഭക്തൻ്റെ ഭാവനയെ തന്നിൽ വെച്ചുകൊണ്ട് പറയണത്. ചിലപ്പോഴൊക്കെ മഹാത്മാക്കൾ ഈ വരുന്ന ആൾക്ക് വേണ്ടി ഒന്ന് എഴുതി കൊടുക്കും. ഒരു സ്ഥലത്ത് ശങ്കരാചാര്യർ ഒരു ശ്ലോകം എഴുതി
എനിക്ക് ഇത്ര വയസ്സായിട്ടും എനിക്ക് ഭഗവാനെ ഭക്തി വരണില്ലല്ലോ. മയാ പഞ്ചാശീതേരപ്യപനീതേതു വയസ്സി. 85 വയസ്സ് കഴിഞ്ഞു എനിക്ക്, എന്നിട്ടും എനിക്ക് ഭക്തി വരണില്ലല്ലോ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പം റിസർച്ച് ചെയ്യുന്നവർ പറയും ഇത് ശങ്കരാചാര്യർ എഴുതിയതല്ല, ശങ്കരാചാര്യരുടെ പേരിൽ വേറെ ഏതെങ്കിലും ശങ്കരാചാര്യർ, ഒരുപാട് പേരുണ്ടല്ലോ, ആരെങ്കിലും എഴുതിയിട്ടുണ്ടാവും എന്നൊക്കെ. അങ്ങനെ ആവാം. അല്ല, ആരെങ്കിലും ഒരു 85 വയസ്സായ ആൾക്ക് വേണ്ടി ശങ്കരാചാര്യർ എഴുതി കൊടുത്തതും ആവാം. ഈ 85 വയസ്സായി എനിക്ക് ഭഗവാനെ, എനിക്ക് ഇനിയും മനസ്സ് ഭഗവാനിൽ നിൽക്കണില്ലല്ലോ, ഒരു പ്രാർത്ഥന വേണമെന്ന് അങ്ങനെ എന്തെങ്കിലും എഴുതി കൊടുക്കണം. ഭഗവാൻ, നമ്മുടെ ഭഗവാൻ തന്നെ പലർക്കും ശ്ലോകങ്ങളൊക്കെ എഴുതിയിട്ട് അവരുടെ പേര് എഴുതി കൊടുക്കും. വിശ്വനാഥസ്വാമി എഴുതുന്ന ഏതോ ഒരു ശ്ലോകം എഴുതിയിട്ട് വിശ്വനാഥൻ എന്ന് ചോട്ടിലെഴുതി. അവരായിട്ട് തന്നെയാണ് എഴുതുന്നത്. അപ്പം അതേപോലെ ഇതുമൊക്കെ തന്നെ നമുക്ക് ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഇതിങ്ങനെ പാരായണം എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻറ്റൻസായിട്ട് അർത്ഥം വിചാരിക്കില്ല. മൊത്തത്തിലൊരർത്ഥമുണ്ട്. എന്താ അർത്ഥം എന്ന് വെച്ചാൽ ഭഗവാന്റെ അടുത്ത് വർത്തമാനം പറയണം, അതാണ് അർത്ഥം. ആ ഭാവത്തോടുകൂടെ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല സംവാദം നടക്കും. ആ സംവാദത്തിലുള്ള അർത്ഥം ഉള്ളിൽ പതുക്കെ 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 ഇങ്ങനെ സ്ഫുരിച്ച് തെളിഞ്ഞ് വരും. ഇപ്പോൾ അഭിന്നമായിരുപ്പോം അരുണാചല. ഇപ്പോൾ തൻ്റെ ലൈഫിലുള്ള കഥകൾ പറയുകയാണ്. ഇതെല്ലാവർക്കും അതേ കഥയാണ്. അഹം പുകുന്ത് ഈർത്തുൻ അഹഗുഹൈശ്വരയായ അമർവിത്തതെൻ കൊൾ അരുണാചല. നമ്മളുടെ കാര്യം എടുത്തുകൊണ്ട് പറഞ്ഞാലും ഭഗവാനെ അങ്ങാണ് എനിക്ക്, ഞാൻ എങ്ങനെയോ ലൗകികമായിട്ടിരുന്ന് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് എനിക്കൊരു ഭക്തിയിലൊരു രുചി, അധ്യാത്മമാർഗത്തിലൊരു രുചി ഉണ്ടാക്കി തീർത്തു. എന്നിട്ടിപ്പോൾ എന്നെ വിട്ടുകളയുകയാണെങ്കിൽ, അഹം പുകുന്ത് ഈർത്ത് എന്നുള്ളത് രമണ മഹർഷിയുടെ കാര്യത്തിൽ ശിരയായ അമർവിത്തത് എന്ന് വെച്ചാൽ ആത്മജ്ഞാന നിഷ്ഠ ഉണ്ടാക്കി തീർത്തു എന്നർത്ഥം. ആ ആശ്ചര്യത്തിന് പറയാണ്. കൃപാസാക്ഷാത്കാരം എന്നുള്ളതിന് ഭഗവാൻ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. വിത്തൗട്ട് എനി ഈഗോയിസ്റ്റിക് മൂവ്മെൻറ്റ്, വിത്തൗട്ട് എനി self-initiated effort, highest realization. വളരെ സുലഭമായി അടുത്ത പാട്ടില് പറഞ്ഞു, ആറുക്കാവനെ ആണ്ടനെ അഹറ്റിടിൽ അഖിലം പഴിത്തിടും അരുണാചല. നല്ല ഒരു പ്രാർത്ഥന. നമ്മൾ അധ്യാത്മ സാധന ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ മേലെ പോകും, പിന്നെ ടർന്ന് ചോട്ടിലേക്ക് വരും. എല്ലാവരും ഇങ്ങനെയാണ്. എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ചുവട്ടിലേക്ക് വരണത്? ഈശ്വരൻ അതും ഒരു കാരണമായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഒന്ന് വീണാലേ അഹങ്കാരം വരാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് അഭിമാനം വരും, ഞാൻ വലിയ ആളാണെന്ന് തോന്നും. ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഭഗവാൻ നമുക്ക് ഇത്തിരി അഹങ്കാരം വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു കാല് തെറ്റി ചോട്ടിലേക്ക് വരും. അപ്പോൾ പിന്നെ ഭഗവാന്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ അതിനു മുമ്പ് മേലെ അങ്ങനെ ഗമണ്ട് പിടിച്ചിരിക്കും. അപ്പോൾ ഒന്ന് വീണ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പൊടിയൊക്കെ തട്ടി എഴുന്നേറ്റിട്ട് ഉറക്ക കരയും. അപ്പോൾ പിന്നെയും ആ അനുഭവം വരും. ഈ അടുത്ത പാട്ടിൽ പറയണത് ആറുക്കാവനെ ആണ്ടനെ, എന്നെ ആട്കൊണ്ടു എന്ന് വെച്ചാൽ എന്നെ സ്പിരിച്വൽ ലൈഫിലേക്ക്, അധ്യാത്മ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കണം. ഇപ്പോൾ ഭഗവാന്റെ ലൈഫിൽ അത് പെർഫെക്റ്റ്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സാധന ചെയ്തില്ല, നമ്മളെപ്പോലെ ഭാഗവതം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടോ ഭഗവത്ഗീത പഠിച്ചിട്ടോ ഒന്നും വന്നില്ല.
പൊടുന്നതിനെ അങ്ങോട്ട് വന്നതാണല്ലോ. അപ്പോൾ എന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നതെന്ന് ചോദിക്കാം. ആരുക്കാവനെ ആണ്ടനെ. ഞാനൊന്നും ചോദിച്ചില്ല, ഞാനൊന്നും എനിക്കിങ്ങനെ ഒരു ജീവിതം വേണം ചോദിക്കാതെ തന്നെ എനിക്ക് ഈ അധ്യാത്മ അനുഭൂതിയെ തന്നു. ഓർ അധ്യാത്മ സാധന ചെയ്യാനുള്ള ഒരു ഉത്സാഹം തന്നു. ജപം, ധ്യാനം ഇങ്ങനെ ഒക്കെ തുടങ്ങി റെഗുലറായി ഒരു സിസ്റ്റമൊക്കെ ആരംഭിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വഴി തെറ്റി ആ ധ്യാനമൊക്കെ വിട്ടുപോയി, ഉള്ളിലുള്ള സമാധി സ്ഥിതിയൊക്കെ വിട്ടുപോയി, ജപം ചെയ്യാൻ പറ്റണില്ല, ധ്യാനം ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഭക്തന് തോന്നും ഭഗവാൻ എന്നെ ഉപേക്ഷിച്ചു. ഭക്തൻ്റെ സ്റ്റേറ്റിൽ എങ്ങനെയാണ്, ഭഗവാൻ എന്നെ തള്ളിക്കളഞ്ഞു എന്ന് തോന്നും. യോഗികളുടെ സ്ഥിതിയിലും അതാണ്. ഇപ്പം ഭാഗവതത്തിൽ നോക്കൂ, ഗോപസ്ത്രീകൾ കൃഷ്ണനെ വിളിച്ചു പ്രാർത്ഥിച്ചു, കൃഷ്ണൻ മുമ്പിൽ വന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവർക്ക് സൗഭഗമതം വന്നു എന്നാണ് പറയുന്നത്. സൗഭഗമതം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു യോഗ്യത കാരണം കണ്ടില്ലേ ഭഗവാൻ വശപ്പെട്ടു എന്ന് തോന്നിയതും മറഞ്ഞുപോയി. അപ്പോൾ കരയുകയാണ്. കരഞ്ഞ് 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 വീണ്ടും അവരുടെ മുമ്പിൽ ഭഗവാൻ ആവിർഭവിച്ചു. ഇതൊക്കെ ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ വരുന്ന ഒരു കഥയാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും നടക്കും. ഇങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും അധ്യാത്മ സാധനയിലും ഈ സ്റ്റേജസ് ഒക്കെ ഉണ്ട്. ഒരു ഡിപ്രഷൻ വരും, ഒരു സ്പിരിച്വൽ ഡിപ്രഷൻ, സ്പിരിച്വൽ റെസ്റ്റ്ലെസ്നെസ് വരും. പിന്നെ അനുഭൂതിയുടെ പ്രകാശം വരും, പിന്നെയും മറഞ്ഞു പോകും, പിന്നെയും വരും, പിന്നെയും മറഞ്ഞു പോകും. ആ സ്റ്റഡിനെസ് വരും. പിന്നെ ചിലപ്പോൾ ഉണ്ട് ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വരും. നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് അങ്ങോട്ട് ധ്യാനം ഉണ്ടായി ഒരാഴ്ച ഒരു കോഴ്സ് കഴിഞ്ഞത് ചിലരൊക്കെ അപ്പോഴേ ശുഖബ്രഹ്മ മഹർഷി ആയി എന്ന് തോന്നും. ചിലരൊക്കെ മഹർഷി എന്നൊക്കെ പേര് തന്നെ മാറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട്. എത്ര പേരുണ്ടറിയോ അങ്ങനത്തെ ആളുകൾ? അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ അതൊക്കെ മറഞ്ഞു പോയി, എല്ലാം പോയി. അപ്പം എന്ത് ചെയ്യും? ആ വന്നത് പോയി. പിന്നെ ഉള്ളിൽ പോയാൽ പോട്ടെ, ചിലപ്പോൾ പഴയ പത്തായൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരു 10-25 എലി പുറത്തേക്ക് വരും. അതുപോലെ ഉള്ളിലുള്ള എന്തൊക്കെയോ സാധനങ്ങൾ പ്രതീക്ഷിക്കാത്തതൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇത് വെസ്റ്റേൺ മിസ്റ്റിസിസത്തിൽ അവരതിനൊരു പേര് പറയണത് പർഗേഷൻ എന്നാണ്. സ്റ്റേറ്റ് ഓഫ് പർഗേഷൻ. പർഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുന്നത് എന്താ? മലശോധനയാണ്, വയറിളക്കുക അല്ലേ? ആയുർവേദത്തിൽ ചെയ്യുമല്ലോ. എന്തായാലും പേര് പറയുക. ഇങ്ങനെയും ഇങ്ങനെയും 1 ലിറ്റർ എണ്ണ, ഒരു 2.5 ലിറ്റർ എണ്ണ കുടിപ്പിക്കും ചിലർ. ഛർദിപ്പിക്കും. എന്താ പറയാന്? വമനം വമനം വമനവും രേചനം. വമനം രേചനം. വമനം ഛർദിക്കാം, രേചനം പുറത്തേക്ക് കളയാം. അപ്പം ഇത് ശരീരത്തിലാകുമ്പോഴേ തളരും അല്ലേ? ഇത് മനസ്സിലും ഉള്ളിലുള്ള സകല സാധനങ്ങളും കൂടെ അങ്ങോട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഈ പാർട്ടികളൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ അപ്പോഴാണ് നമുക്കറിയാം. പലർക്കും തോന്നും ഞാൻ ഈ അധ്യാത്മ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഡീസൻറ്റ് പാർട്ടിയായിരുന്നു. ഇപ്പം ഈ മെഡിറ്റേഷൻ തുടങ്ങിയ ശേഷമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തോന്നണത്. മുമ്പിലൊന്നും തോന്നിയിരുന്നില്ല എന്ന് തോന്നും. അതൊക്കെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ തോന്നും നമുക്ക് നമ്മൾ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയും. ആ ഒരു ഉയർന്ന ലോകം, അധ്യാത്മലോകം, സ്വർഗലോകം നഷ്ടപ്പെട്ടു പോയിന്നാണ്. എല്ലാവർക്കും ഒരു ഗ്രേസ് പീരീഡ് ഉണ്ട്. ഓഫീസിൽ പോയ ഗ്രേസ് പീരീഡ് മാതിരി സ്പിരിച്വൽ ലൈഫിലാണ് അത് ശരിക്കും ഗ്രേസ് പീരീഡ്. ഒരു വലിയ ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ, തിരുവണ്ണാമലയ്ക്ക് വരുമ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ടാവും. അരുണാചലത്തിനെ കണ്ടു കഴിഞ്ഞു, ഭഗവാന്റെ സന്നിധിയിൽ വന്ന് ഒരാഴ്ചയൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ
പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു എന്ന് തോന്നും. ചിലർ ആ ഒരാഴ്ച കൊണ്ട് സകല ജപം ധ്യാനമൊക്കെ നിർത്തിയവരുണ്ട്. കഴിഞ്ഞു. പിന്നെ ഒരു മാസം കഴിയുമ്പോൾ പഴയ ആളുകളൊക്കെ കോളിംഗ് ബെല്ലടിക്കും, ഓരോരുത്തരായിട്ട് വരും ഉള്ളിൽ. അപ്പോഴാണ് അറിയാം. അപ്പം ഇതാണ് അഹറ്റിടിൽ എന്ന് പറഞ്ഞത്. ആറുക്കാവനെ ആണ്ടനെ. അപ്പോൾ ഭഗവാനോട് വർത്തമാനം പറയണം. അതാണ് ഭക്തൻ്റെ പ്രക്രിയ. ഭക്തൻ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനോട് വർത്തമാനം പറയുകയാണ്. തൻ്റെ ബുദ്ധിമുട്ടുകൾ ഭഗവാനോട് പറയുകയാണ്. വേറെ ഒരാളോട് പറയണമെങ്കിലല്ലേ കഷ്ടമുള്ളൂ, ഇല്ലേ? ഈശ്വരനോട് പറയുമ്പോൾ ഒന്നും കട്ട് ചെയ്ത് മാറ്റേണ്ടല്ല, ഒക്കെ വിളിച്ച് പറയാം. അതാണ് ഭക്തി. ഭക്തി എന്താണ്? ഭഗവാന്റെ അടുത്ത് വർത്തമാനം പറയാം. അപ്പോൾ പറയാണ്, എന്നെ പിടിച്ചുകൊണ്ടുവന്നു, എനിക്ക് ഈ അധ്യാത്മജ്ഞാനം തന്നു, സാധന ചെയ്യാനുള്ള വഴി, ഭക്തി സാധന ചെയ്യാൻ, യോഗ സാധനയോ എന്തോ അതിലേക്ക് ഞാൻ വന്നു. ഇപ്പോൾ അഹറ്റിടിൽ, ഇപ്പോൾ എന്നെ പിടിച്ച് തള്ളിയിട്ടാൽ ഭഗവാനെ വരട്ടുകയാണ് ഭക്തൻ. അഖിലം പഴിത്തിടും അരുണാചല. ലോകം മുഴുവൻ പഴിക്കും. ആരെ? എന്നെയല്ല, ഭഗവാനെ പഴിക്കും. ഈ സ്പിരിച്വൽ ലൈഫിനെ തന്നെ ആളുകൾ കുറ്റം പറയും, അല്ലേ? മാണിക്യവാചകർ തിരുവാചകത്തിൽ പറയണു, ഞാൻ ഇങ്ങനെ നീ എന്നെ വിടുകയാണെങ്കിൽ ഞാൻ തോന്നിയ പോലെയൊക്കെ കാണിച്ച് ചിരിപ്പിപ്പൻ, എല്ലാവരും കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് ചിരിക്കണ പോലെ ആവും. എന്നിട്ട് ചോദിച്ചാൽ നീ ആരാണെന്ന് ചോദിച്ചാൽ വളരെ ഗൗരവമായിട്ട് എൻ്റെ ആധാർ കാർഡ് കൊടുക്കും. ഉത്തരകോശ ബംഗൈക്കറസ് ഭക്തൻ, ആ പരമേശ്വരൻ്റെ ഭക്തനാണെന്ന് സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ആളുകൾക്ക് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ അരുണാചലേശ്വരനെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവും. അങ്ങോട്ട് പോയതാണ്, ഇതാണ് ഇപ്പോൾ ഗതി എന്ന് പറയും. അപ്പോൾ പേര് വേണമെന്നുണ്ടെങ്കിൽ സ്തോത്രപ്രിയാസ്തുതിമതി എന്നൊക്കെയാണ്. അവരൊക്കെ നല്ല പേര് പുകഴൊക്കെ ആഗ്രഹമുള്ളവരാണ് ഈ ഈശ്വരനൊക്കെ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈശ്വരന് മാത്രമാണ് അതിന് നാൻ എന്ന് മാറുതട്ടും പെരുമാളെ എന്ന് അരുണഗിരിനാഥൻ തിരുപ്പുകഴിൽ പാടി. എന്നുവെച്ചാൽ ആ സ്തുതി അവിടേക്കാണ് ചേരുക. ഈശ്വരനാണ് സ്തുതി. അപ്പോൾ ഭഗവാനോട് ഒരു നിന്ദാസ്തുതി പോലെ പറയാണ്, എനിക്ക് എൻ്റെ അധ്യാത്മജീവിതത്തിനെ രക്ഷിക്കേണ്ടത് ഭഗവാന്റെ ചുമതലയാണ്. എൻ്റെ സാധനയെ രക്ഷിക്കേണ്ടത് ഭഗവാനെയും അവിടുത്തെ ചുമതലയാണ്. എൻ്റെ ജപധ്യാനങ്ങളൊക്കെ മുറയ്ക്ക് നടക്കണം, അതിന് പ്രതിബന്ധം ഇല്ലാതിരിക്കണം, അത് അവിടുത്തെ ചുമതലയാണ്. അപ്പോൾ ഈ ഒരു വഴിയിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നെ പിടിച്ച് തള്ളിവിട്ടാൽ, അടുത്തു വന്ന എന്നെ തള്ളലാഹാത്. ഒരു പാട്ടിൽ പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ മെനക്കെട്ട് ഏതോ ജന്മം കൊണ്ട് ചെയ്ത പുണ്യം ഇങ്ങനെ അടുത്തു വന്നു, ഇനി പിടിച്ച് തള്ളിവിടരുത് എന്നാണ്. എന്നെ ശയാനഃപതത്യധ. ഭാഗവതം പറഞ്ഞു, നിലത്ത് കിടന്നുറങ്ങണവും വീഴില്ലല്ലോ, അല്ലേ? മുകളിൽ കിടന്നാലേ വീഴുള്ളൂ, കട്ടിൽ കിടന്നാൽ വീഴും, ചോട്ടിൽ തന്നെ കിടന്നാൽ വീഴില്ല. അതുപോലെ ഇത്തിരി മേലെ കൊണ്ടുവന്നിട്ട് പിടിച്ച് തള്ളിവിട്ടാൽ കാര്യം ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആർക്കാവനെ ആണ്ടനെ. എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് എന്നെ ഇപ്പോൾ ഈ വഴിക്ക് പിടിച്ചുകൊണ്ട് വന്നത്? അഖിലം പഴിത്തിടും അരുണാചല. ലോകം മുഴുവനും എന്നെയും കുറ്റം പറയും, നിന്നെയും കുറ്റം പറയും, ഈ അധ്യാത്മ ജീവിതത്തിനെയേ കുറ്റം പറയും. അതുകൊണ്ട് ചീത്തപ്പേര് വെറുതെ ഉണ്ടാക്കണ്ട. നമുക്ക് തമ്മിലൊരു ഒപ്പന്തം വയ്ക്കാം, എന്നെ രക്ഷിക്കൂ, ഞാനും ഈ പഥത്തിൽ ഇങ്ങനെ ഇരിക്കാം, ഈ അധ്യാത്മ സാധനയൊക്കെ ചെയ്ത് ഞാനും ഇങ്ങനെ ഇരിക്കാം, അതിന് എനിക്ക് രക്ഷ തരണം. ഈശ്വരൻ കൈവിട്ടാൽ വേറെ എവിടെ പോകും? അതുകൊണ്ട് ഇപ്പഴി തപ്പുനൈ ഏൻ നിനപ്പിത്തായ് ഇനി യാർ വിടുവാർ അരുണാചല. ഈ ഒരു പഴി എന്ന് വെച്ചാൽ ചീത്തപ്പേര്, ആളുകൾ കുറ്റം പറയൽ, ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോളൂ. എന്നെക്കൊണ്ട്
ഭഗവത് സ്മരണം ചെയ്യിപ്പിച്ചു, നിനപ്പിത്തായി. ഭഗവാനെ സ്മരിക്കുന്നത് പോലും നമ്മളെ കൊണ്ട് സാധിക്കില്ല, ഭഗവാനായിട്ട് സ്മരിപ്പിച്ചാലേ സാധിക്കുള്ളൂ. തിരുനാവുക്കരശരുടെ ഒരു തേവാറുണ്ട്, വളരെ മനോഹരമായ തേവാറ്. അവൻ ആട്ടുവിത്താൽ ആടാതാർ യാറോ, അവൻ പാട്ടുവിത്താൽ പാടാതാർ യാറോ. അവൻ ആടാൻ വെച്ചാൽ നമ്മൾ ആടും, അവൻ പാടാൻ വെച്ചാൽ അവൻ നമ്മൾ പാടും. വളരെ മനോഹരമായൊരു കാര്യം. അവൻ ഉരുക വെത്താൽ ഉരുകാതാർ യാറോ. നമുക്കൊരു സ്പിരിച്വൽ മെൽറ്റിങ്, ഹൃദയത്തിൽ ഒരു ഉരുക്കം വരണതും അവൻ ചെയ്യുന്നതാണെന്നാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ യോഗ്യതയാണെന്നാണ്. അവൻ ഉരുക വെത്താൽ ഉരുകാതാർ യാറോ. അപ്പോൾ ഒരു അധ്യാത്മ അനുഭൂതി കൃപയാണ്. അവൻ അരുളാൽ അവൻ താഴ്വണങ്ങി, അവൻ അരുളാൽ അവൻ അരുൾ പെற்று, അവൻ അരുളാൽ അവൻ അരുൾ ആനേൻ, അവൻ അരുളാൽ അവൻ താഴ്വണങ്ങി. ആ കൃപ കൊണ്ടാണ് ധ്യാനം ചെയ്യണതും പൂജ ചെയ്യണതും ജപം ചെയ്യണതും ഒക്കെ. അപ്പോൾ ആ കൃപ തന്നിട്ട് ഞാൻ ഈ വഴിക്ക് വന്നിട്ട് എനിക്ക് വേറെ ഒന്നും അറിയില്ല, ഈ സ്ഥിതിയിൽ എന്നെ അങ്ങടില്ല ഇങ്ങടില്ല എന്ന് ആക്കിയാൽ, ഇല്ലത്തുനിന്ന് വിട്ടു അമ്മ തൊട്ട് എത്തിയില്ല എന്ന് പറയും. അത്ര സുഖം മലയാളത്തിൽ പറയാനില്ല. ഇതൊക്കെ ഞാൻ ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെ പെടാതെ പാടും, ട്രാൻസ്ലേഷനൊക്കെ ചെയ്യും. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഒന്നും ശരിയാവില്ല. ലെഫ്റ്റ് ദ ഹൗസ് ഡിഡ് നോട്ട് റീച്ച് അങ്കിൾസ് ഹൗസ്, അത് ശരിയാവില്ല. മലയാളത്തിൽ പറയുമ്പോൾ സൗകര്യമായി സാവകാശം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു. തെങ്ങിലേക്ക് കയറിക്കോളൂ, തേങ്ങയിടാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ ഒരാളെ കയറ്റി വിട്ടു. ആൾ ഏകദേശം പകുതി എത്തിയപ്പോൾ ഈ പഠിപ്പിക്കുന്ന ആൾ ഞാൻ പോയി ഊണ് കഴിച്ചിട്ട് വരാമെന്ന് പോയി. ഇയാളിപ്പോൾ മേപ്പെട്ടും പോകാൻ വയ്യ, ചുവട്ടിലേക്ക് ഇറങ്ങാൻ വയ്യ, തെങ്ങിലിരിക്കുകയാണ്. ഇതുപോലെയാണ് പല ആളുകളുടെയും അധ്യാത്മസ്ഥിതി. ഞങ്ങളുടെയൊക്കെ പണി അതാണ്. പകുതി തെങ്ങിൽ കയറ്റി വിട്ടിട്ട് 7 ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒറ്റപ്പോക്ക്. അടുത്ത വർഷം വരുമ്പോഴേക്കും മേപ്പട്ടേക്ക് പോയില്ലെങ്കിൽ ചുവട്ടിലേക്ക് ഇറങ്ങി, പിന്നെയും കയറ്റി പകുതി തെങ്ങിൽ കൊണ്ടുപോയി ഇരുത്താം. അപ്പം പകുതി തെങ്ങ് വരെ നല്ല പരിചയമാണ്. അത് മണ്ടയ്ക്ക് എത്തുന്ന വരെ ഈ കരുക്ക് കിട്ടില്ല. അതുകൊണ്ട് പകുതി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് വെറുതെയാണ്, ഒരു വ്യായാമം അത്രയേ ഉള്ളൂ. അപ്പോൾ ഭഗവാനോട് പറയാണ്, ഈ രീതിയിലുള്ള ഏർപ്പാട് ശരിയാവില്ല. ഇപ്പഴി തപ്പുനൈ ഏൻ നിനപ്പിത്ത, എൻ്റെ ഉള്ളിൽ ഈ ഒരു അധ്യാത്മമായ സ്മൃതി ധ്യാനം ഉണർത്തിവിട്ടു. ശരി, ഭഗവാൻ പറയാണ് ഭക്തൻ്റെ അടുത്ത്, ശരി നിനക്ക് വിഷമമുണ്ടെങ്കിൽ വിട്ടിട്ട് പോയിക്കോളൂ. അപ്പം ആര് പറഞ്ഞു ഇപ്പം ജപം ചെയ്യണം ധ്യാനം വേണം? ആരെങ്കിലും വിളിച്ചോ? ആരും ഇവിടെ ഒന്നും ഇരിക്കാനൊന്നും നിർബന്ധിച്ചില്ലല്ലോ, പൊയ്ക്കോളൂ. അപ്പോൾ ഭക്തൻ പറയാണ്, ഇനി ആർ വിടുവാർ അരുണാചല, രുചി കിട്ടി, ഒരു രസം കിട്ടിക്കഴിഞ്ഞു ഉള്ളിൽ, ഇനി പോയിക്കോളൂ പോയിക്കോളൂ. എവിടെ പോവും? ഈ ഭാഗവതത്തിൽ ഇതേപോലെയാണ്. രാത്രി ഓടക്കുഴൽ വായിച്ചു. ഈ ഗോപസ്ത്രീകളൊക്കെ ഓടി വന്നപ്പോൾ എന്താ വന്ന്, വ്രജത്തിലെല്ലാവർക്കും കുശലമല്ലേ? ഈ രജനി ഘോര രൂപിണി ആയിട്ടിരിക്കണു, തിരിച്ചു പോയിക്കോളൂ, രാത്രിയാണ്.
ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോയിക്കോളൂ എന്നൊക്കെ പറയും. അപ്പോൾ ഇനി ആർ വിടുവാർ അരുണാചല. ഇതിൻ്റെ ടേസ്റ്റ്, രസം ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞു. അധ്യാത്മ അനുഭൂതിയുടെ രുചി. ഇനി ഞാനെങ്ങനെ വിടും? അതുകൊണ്ട് ഈ കാര്യം ഒന്ന് പൂർത്തിയാവണം. എന്നെ തള്ളിക്കളയരുത്. എനിക്ക് ഇതിൻ്റെ രുചി തന്നിരിക്കുന്നു. എന്നെ ഒന്നിനും കൊള്ളാത്ത ഒരവസ്ഥയിൽ എല്ലാവരെയും കൊണ്ട് ചീത്ത കേൾക്കുന്ന രീതിയിൽ ഇരുത്തരുത്. ആ പൂർണ്ണാനുഭവത്തിനെ തന്ന് അനുഗ്രഹം ചെയ്യണം. ഇതാണ് പ്രാർത്ഥന. ഇനിയാർ വിടുവാർ അരുണാചലം. അടുത്ത പാട്ട് ഇല്ല, അങ്ങനെയൊന്നും ഭഗവാൻ വിടില്ല, ഉപേക്ഷിക്കില്ല. കാരണം എന്താ? അമ്മയും അച്ഛനും ഒക്കെ അരുണാചലേശ്വരനാണ് ഭഗവാൻ. അമ്മയപ്പൻ എന്നാണ് പറയുക. ശിവനൊരു പേര് മാതൃഭൂതേശ്വരൻ. വള്ളലാറുടെ ഒരു തമിഴ് പാട്ടുണ്ട്. തടിത്തവോർ മകனை தந்தையீர்ந்தடித்தால் தாயுடன் அணைப்பள், தாய் அடித்தால் பிடித்தொரு தந்தை அணைப்பன், இங்கு எனக்கு பேசிய தந்தையும் தாயும், பொடித்திருமேனி அம்பலத்தாடும் புனிதனி ஆதலால் என்னை அடித்தது போதும் அணைத்திடல் வேண்டும் അമ്മയപ്പാ ഇനി ആற்றേൻ. വളരെ വളരെ പ്രബലമായ ഘനമേറിയ ഒരു പാട്ട്. ഒരു പറഞ്ഞാൽ കേൾക്കാത്ത മകൻ, തടിത്ത മകൻ എന്നാണ് പറയണം. എന്നുവെച്ചാൽ അയാളുടെ തോന്നിയ മാസം തടിച്ചുപോയി. അങ്ങനെയുള്ള മകനെ അച്ഛൻ അടിച്ചാൽ, അച്ഛൻ ചിലപ്പോൾ അടിക്കുമ്പോൾ അമ്മ ആലിംഗനം ചെയ്ത് കുട്ടിയെ തല്ലരുത് എന്ന് പറഞ്ഞ് ലാളിച്ച് സാന്ത്വനപ്പെടുത്തി വയ്ക്കും. അമ്മയാണ് അടിക്കണതെങ്കിൽ അച്ഛൻ പിടിച്ചു കൊണ്ടുപോയി ലാളിക്കും. ഇപ്പം എൻ്റെ കാര്യം കഷ്ടമാണ്, എനിക്ക് രണ്ടും ഒരേ ആളാണ്. അതുകൊണ്ട് എവിടെ അടി കിട്ടണോ അവിടെ തന്നെ കരയണം. ചില കുട്ടികളുണ്ട്, അമ്മ അടിക്കും, അമ്മയെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയും. അടിത്തത് പോതും അണൈത്തിടൽ വേണ്ടും. അടിച്ചത് മതി ഭഗവാൻ, ഇനി എന്നെ അടിക്കരുത്. അടിക്കുന്നത് എന്താ? ദുഃഖം. ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ തന്നു. ഓർ സ്പിരിച്വൽ ലൈഫിൽ, അധ്യാത്മ സാധനയിൽ മനസ്സ് നിൽക്കണില്ല, ധ്യാനം, ഭഗവത് ധ്യാനം ഉണ്ടാവണില്ല, ആ വിരഹതാപം. അത് തന്നെയാണ് ഭക്തനെ സംബന്ധിച്ചിടത്തോളം അടിക്കൽ. അയാൾക്ക് ലൗകിക വ്യവഹാരമൊന്നുമില്ല. അതുകൊണ്ട് അയാൾക്ക് ഭഗവാനിൽ നിന്നുള്ള വിരഹം തന്നെയാണ് അടിക്കുന്നത്. ദുഃഖം. അടിത്തത് പോതും അണൈത്തിടൽ വേണ്ടും. എന്നെ എടുത്ത് ചേർത്തോളണം അഭിന്നമായി. അമ്മയപ്പ, ഈശ്വരനെ അമ്മയപ്പ എന്നാണ് വിളിക്കുന്നത്. ആ അമ്മയായിട്ടും അച്ഛനായിട്ടും ഇരിക്കുന്ന വസ്തു. അമ്മ എന്ന് വെച്ചാൽ പ്രിയം, അച്ഛൻ എന്ന് വെച്ചാൽ അനുശാസനം, തപസ്, നിയമനം. ഇത് രണ്ടുമുള്ള സംയമനം, ഇത് രണ്ടുമുള്ളതായ ആ ശക്തി, ആ ഒരു ഈശ്വര തത്വം. ശങ്കരാചാര്യർ ഒരു സ്ഥലത്ത് പറയുന്നു, ചിത്തം ശുദ്ധമാവുമ്പോൾ, നിർമ്മലമായ ചിത്തം ഈശ്വര ശരീരവുമായിട്ടൊരു സംസർഗത്തിൽ വരും, സമ്പർക്കത്തിൽ വരുമെന്ന്. ഈശ്വര ശരീരം എന്താണ് എന്ന് വെച്ചാൽ കരുണ, പ്രിയം, വീര്യം, ശക്തി, സംരക്ഷണം, മരണമില്ലായ്മ, ആനന്ദം, ശാന്തി, ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു റിസർവോയർ, ഒരു അഖണ്ഡമായ ഒരു മൂലപ്പൊരുൾ. അതുമായിട്ട് ആ ചിത്തം സമ്പർക്കത്തിൽ വരും. അപ്പോൾ അവിടെ മാതൃത്വമുണ്ട്.
അമ്മ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു സ്ത്രീ നമ്മളുടെ മുമ്പിൽ വരും. മാതൃത്വം ആ സ്ത്രീയിൽ ടെമ്പററി ആയിട്ട് ആവിർഭവിക്കുകയാണ്. ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായില്ല, കുഞ്ഞ് ജനിച്ചപ്പോൾ ആവിർഭവിച്ചു. അതുകൊണ്ടാണ് യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. നോക്കൂ, സ്ത്രീഷു എന്നല്ല പറഞ്ഞത്, സർവഭൂതേഷു. എല്ലാവരിലും മാതൃത്വം വരും. ഒരു ജ്ഞാനി, ഒരു ജീവൻ മുക്തനിൽ മാതൃത്വമുണ്ട്, ഒരു ഭക്തനിൽ മാതൃത്വമുണ്ട്. പ്രകൃതിയിലൊക്കെ തന്നെ ഈ മാതൃഭാവമുണ്ട്. മാതൃകാർണവമാണെന്നാണ് ദീക്ഷിതർ ഒരു കീർത്തനത്തിൽ ഭജരേരെ ചിത്തബാലാംബികാം കല്യാണി എന്ന കീർത്തനത്തിലെ ഒരു മാതൃകാർണ ശരീരിണിയും മാതൃകാർണവ ശരീരിണിയാണ്. അർണവെന്ന് വെച്ചാൽ കടൽ, ഒരു ഓഷൻ ഓഫ് മദർഹുഡ്, ഒരു മാതൃത്വത്തിൻ്റെ ഒരു കടല് ഈ പ്രകൃതിക്ക് പുറകിലുണ്ട്. പലപ്പോഴും മൃഗങ്ങളിലും അതൊക്കെ കാണും. ഈ ഇടയ്ക്ക് കണ്ടു ഒരു വീഡിയോ. ഒരു നായ, ഒരു സൂവിൽ പുലിക്കുട്ടികൾക്ക് തള്ളപ്പുലിയില്ല. അപ്പോൾ ഒരു പട്ടി ഈ പുലിക്കുട്ടികൾക്ക് പാല് കൊടുത്ത് വളർത്തുകയാണ്. പിന്നെ ആ പുലിക്കുട്ടികളൊക്കെ വലുതായിട്ടും ഈ നായ അവരുടെ കൂടെ ഉണ്ട്. ഈ അമ്മയെ പോലെ ആ പുലിക്കുട്ടികളോട് ബിഹേവ് ചെയ്യാണ് ഈ പുലികളും. വലിയ പുലി ഒരു അമ്മയുടെ അടുത്ത് കുട്ടികൾ പോകുന്ന പോലെ പ്രിയമായിട്ട് നിൽക്കുകയാണ്. ഇത് വളരെ എക്സെപ്ഷൻസാണ്. പക്ഷേ അപ്പം അത് കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ ആ നായയുടെ മുഖത്ത് കണ്ടാൽ നമുക്ക് മാതൃത്വം കാണാം. നായ്ക്കുട്ടികളോട് പാല് കൊടുക്കണ പോലെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കണു വളരെ അപൂർവമായിട്ട്. അപ്പോൾ മാതൃത്വം എവിടെ വേണമെങ്കിലും ആവിർഭവിക്കാവുന്നതാണ്. പുലി സാധാരണ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നായയെ പിടിച്ചുകൊണ്ട് പോണതാണ്. ആ നായയിൽ മാതൃത്വം ആവിർഭവിക്കും. അപ്പോൾ മാതൃത്വം എവിടെ വേണമെങ്കിലും വരാം. ആ മാതൃത്വം ഈശ്വരൻ്റെ സ്വരൂപമാണ്. മാതാവായിട്ട് എന്ന് വെച്ചാൽ മാതൃതത്വമായിട്ട്, അപ്രിയമായിട്ട്, സംരക്ഷണ ശക്തിയായിട്ട് അരുണാചലേശ്വരൻ ഇരിക്കണു. അപ്പോൾ ഭഗവാൻ അമ്മ അരുണാചലേശ്വരനാണ്. ഇൻഡിടും അന്നയിർ പെരിതരുൾ പുരിപോയി ഇതുവോ പുനതരുൾ അരുണാചല. വളർത്തിക്കൊണ്ടുവരുന്ന അമ്മയെക്കാളും എനിക്ക് പ്രിയം ചെയ്യുന്നവരാണ് നീ, ഇങ്ങനെ എന്നെ വിടാവോ എന്ന്. അപ്പം എന്താ അമ്മയെക്കാളും പ്രിയം? അരുണാചലത്തിൽ വന്നത് മുതൽ ഭഗവാൻ ഒരു അമ്മയേ ഉള്ളൂ, അരുണാചലേശ്വരൻ. അഴകമ്മാളിനെ അറിയേയില്ല ഈ കുട്ടി എവിടെ പോയിരുന്നു. പല സ്ഥലത്തും ഭാവം അന്വേഷിച്ച് നടക്കായിരുന്നു. അമ്മ ആരാണ്? അരുണാചലേശ്വരനാണ് അമ്മ. ഒരു അമ്മ കുട്ടിയെ നോക്കണ പോലെ ഭഗവാനെ നോക്കി അരുണാചലേശ്വരൻ. ആ പൂർണ്ണജ്ഞാനനിഷ്ഠയിൽ മലയിലെല്ലാ സ്ഥലത്തും നടന്നിട്ടുണ്ട്. നല്ല വെയിൽ. തിരുവണ്ണാമലയിൽ നിങ്ങൾ ഇന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കാട്, ധാരാളം മരങ്ങളും ചെടികളും മലയിലുണ്ട്. നല്ല കാടാണ്. അങ്ങനെ ആയിരിക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വിചാരിക്കണ്ട. 90കളിൽ പോലും ഒറ്റ ചെടിയില്ല. 90ൽ പോലും ഒറ്റ ചെടിയില്ല. നിങ്ങൾ പഴയ ഫോട്ടോ എടുത്ത് നോക്കൂ, വെറും പാറ, ബാരൻ മൗണ്ടൻ. കുറേ ബൗൾഡേഴ്സേ ഉള്ളൂ, ഒന്നുമില്ല. അതിൻ്റേതായ ഒരു ബ്യൂട്ടി ഉണ്ട്, അതിൻ്റേതായ ഒരു സൗന്ദര്യമുണ്ട്. ഒന്നുമില്ല അവിടെ. അവിടെ എല്ലാ സ്ഥലത്തും ഭഗവാൻ നടന്നിട്ടുണ്ട്. ആ വെയിലത്ത് ഒരുപാട് വർഷങ്ങൾ ആ മലയിലൊക്കെ നടന്നിട്ടുണ്ട്. ഭഗവാൻ തന്നെ പറയും, എൻ്റെ കാല് പെടാത്ത സ്ഥലമില്ല അവിടെ. അല്ലാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുമൊന്നും ആയിരുന്നില്ല അദ്ദേഹം. ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്നതല്ലാതെ ആ വാക്കിങ്, അതിനകത്തൊക്കെ നടന്ന് എല്ലാ സന്തും ബന്ധും ഒക്കെ കണ്ടിട്ടുണ്ട് ഭഗവാൻ. വെള്ളം എവിടെയൊക്കെ കിട്ടും മലയിൽ, അതൊക്കെ ഭഗവാൻ അറിയാം. വെള്ളം കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് അതൊന്നും
ചെടി ഇല്ലാത്തതിനൊരു മുഖ്യ കാരണം വെള്ളമില്ല. ബോർവെല്ലില്ലല്ലോ. ഈ ബോർവെൽ വന്ന ശേഷമാണ് എല്ലായിടത്തും വെള്ളവും കിട്ടിത്തുടങ്ങി, ചെടിയൊക്കെ വെച്ച് തുടങ്ങി, മരങ്ങളൊക്കെ വളർന്നു തുടങ്ങി, അവിടെ എല്ലാം തുടങ്ങി. അവിടെ വെള്ളം ഇല്ല. ആ കുളമൊക്കെ മഴ പെയ്ത് നിറഞ്ഞാലേ ഉള്ളൂ. അപ്പോൾ ഈ കാട്ടിലുള്ള മലയിലുള്ള കുരങ്ങുകൾ അവർക്കറിയാം എവിടെ വെള്ളം ഉണ്ടെന്ന്, പക്ഷെ അവർ കാണിച്ചു കൊടുക്കില്ല. അപ്പോൾ കുരങ്ങിനെ ഇത്തിരി ഉപ്പ് തീറ്റിക്കും. ഈ മലയിലുള്ള ആളുകൾ അതാ ചെയ്യുക. ഇത്തിരി ഉപ്പ് തീറ്റിച്ച് കഴിഞ്ഞാൽ അത് ഓടും. അതിൻ്റെ പുറകെ ഓടണം, ഓടി കണ്ടുപിടിക്കണം എവിടെ വെള്ളം ഉണ്ടെന്ന്. അത് എളുപ്പമല്ല, കണ്ടുപിടിക്കും അവർ. അങ്ങനെ കുരങ്ങിൻ്റെ പുറകെ ഓടും. ചിലപ്പോൾ പുറമേക്ക് കാണുകയില്ല. ഭഗവാൻ പറയും ഒരു സ്ഥലത്ത് ഒരു വലിയ കല്ല് മല മാത്രമേ ഉള്ളൂ, അതിനകത്തുള്ളിലേക്ക് തലയിട്ട് നോക്കിയാൽ വലിയ ജലരാശിയാണ്, നല്ല തെളിഞ്ഞ വെള്ളം. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ മലയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഉച്ചമലയിൽ മുകളിൽ പോയി. അവിടെ ഒരു വയസ്സായ ഒരു വൃദ്ധ സ്ത്രീ, ഒരു വെട്ടിയിട്ട ഒരു മരം അതിൻ്റെ മേലെ ഇരിക്കണു. ആ അമ്മ ഭഗവാനെ കണ്ടതും ഒരുപാട് ചീത്ത പറഞ്ഞു. ഒരുപാട് ചീത്ത പറഞ്ഞു. കണ്ടപടി അലയരുത്, കട്ടയില പോടാ, പാടയില പോടാ എന്നുവെച്ചാൽ വളരെ മോശമായ വാക്കാണ്. അതായത് മരിച്ചു കഴിഞ്ഞാൽ എടുത്തോണ്ട് പോയല്ലോ, അതാണ് പാട കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചർ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകണത്. അപ്പോൾ ഈ നാട്ടുകാരുടെ ചീത്തവിളിയാണത്. അപ്പോൾ ഭഗവാനെ ആ അമ്മ പറഞ്ഞു പാടയിൽ പോടാം, വെയിലിൽ അലയേറെ പോയി ഒരിടത്തിൽ കിടക്കാൻ പറ്റും, ഒരിടത്ത് ഇരുന്നൂടെ, എന്തിനാ ഈ വെയിലത്ത് ഇങ്ങനെ അലയണത് എന്ന് പറഞ്ഞു. ഒരുപാട് ഭഗവാൻ പറഞ്ഞു എന്നെ അറിയണവരാരും ഇങ്ങനെ പറയില്ല, എന്നെ അറിയാത്തവരിങ്ങനെ പറയൂല. അപ്പോൾ അവിടുന്ന് തിരിച്ച് നടന്നു. ഭഗവാൻ അന്ന് മുതൽ അധികം ഈ അലഞ്ഞു നടക്കുന്നത് കുറച്ച് നിർത്തി മലയുടെ മേലെ. അപ്പോൾ അരബിന്ദു പോലും പറഞ്ഞിട്ടുണ്ട് രമണ മഹർഷിയുടെ മുമ്പിൽ. അരബിന്ദു പറഞ്ഞത് രമണ മഹർഷിയുടെ മുമ്പിൽ ദേവി വന്ന് ഒരു സുബ്രഹ്മണ്യനെ പാർവതി നോക്കണ പോലെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു കോൺവെർസേഷനിൽ പറയുന്നുണ്ട്. അപ്പം അരുണാചലേശ്വരൻ മാതൃഭാവം കൈക്കൊണ്ടതാണത്. ഒരു ദിവസം ആശ്രമം വന്ന ശേഷം ഈ അധ്യാത്മ ആചാര്യനായിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് എന്താ അറിയോ? സ്വയം ഒന്നിൽ പാചകം ചെയ്ത ആഹാരം കഴിക്കണം, ഇല്ലെങ്കിൽ മഠങ്ങളിലൊക്കെ അവരവർക്കായിട്ട് കുക്കുണ്ട്, അവർ പാചകം ചെയ്തതേ കഴിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആളുകൾക്ക് ഭക്തി സ്നേഹമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. പിന്നെ നമ്മളുടെ ഓരോ വിശേഷങ്ങളും ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ സദ്യവട്ടമൊക്കെ കൂടണു എന്ന് കണ്ടപ്പോൾ ഭഗവാൻ തീരുമാനിച്ചു ഇന്നൊന്നും കഴിക്കണില്ല. ആഹാരം വേണ്ട, ആരോടും പറയാതെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. കാടെന്ന് വെച്ചപ്പോൾ കുറ്റിക്കാടുകളാണ്. ഇന്നതൊക്കെ നല്ല കാടാണ്, ധാരാളം മാനുമൊക്കെ ഉണ്ട്. അന്ന് പുലിയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചീറ്റപ്പുലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഉള്ളിൽ പ്രവേശിച്ച് കുറച്ച് ദൂരം പോയപ്പോൾ ഒരു 7 സ്ത്രീകൾ, ഈ കാട്ടിൽ പുല്ലിറക്കാൻ വരുന്ന സ്ത്രീകൾ, അവർ ഭഗവാനെ കണ്ട് ചോദിച്ചു, സ്വാമി തണ്ണി എങ്ക കിടക്കണം ചോദിച്ചു, ഇവിടെ വെള്ളം എവിടെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ വരൂ കാണിച്ചു തരാമെന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു കുളം കാണിച്ചു കൊടുത്തു. ഉക്കാര് കുന്തിക്കോ, ഇരിക്കുമെന്ന്. എന്തിനാ അവർ പറയണതെന്ന് വെച്ചാൽ ഭഗവാന്റെ നേച്ചർ എന്താണെന്ന് വെച്ചാൽ അതൊന്നും ഒപ്പോസ് ഒന്നും ചെയ്യില്ല. ഇരിക്കുന്നു. എന്നിട്ട് മുമ്പിൽ ഇലയിട്ടു. ഇതിപ്പോൾ രാവിലെ 7-7:30 മണിക്ക്. എന്നിട്ട് കുറേ ഇഡ്ഡലിയോ പൊങ്കലോ എന്തൊക്കെയോ ഇട്ടിട്ട് തിന്ന്. അവർ ഈ തിരുവണ്ണാമല ഭാഷയിൽ റെസ്പെക്റ്റ് ഒന്നും ഉണ്ടാവില്ല. തിന്ന്.
ഭഗവാൻ പറഞ്ഞു മിണ്ടാതെ ഞാൻ കഴിച്ചു. ഇനി ആരുടെയും കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ പരിപാടി, ഏതോ റോട്ടിലിറങ്ങിയിട്ടാണെങ്കിൽ പോട്ടെ, മിണ്ടാതെ കഴിച്ച് ഇനി കണ്ണിലേ പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉള്ളിൽ പോയി വേറെ എവിടേക്കോ ചുറ്റി. ഉച്ചയ്ക്കൊരു 1:30 മണിയാവുമ്പോൾ ഒരു ചെറിയ തടാകത്തിൻ്റെ അവിടെ വന്ന് ഇരുന്നപ്പോൾ അവിടെ വന്നിരുന്നു ആരും കാണാതെ. അപ്പം ഉണ്ട് ഈ 7 പേരും വീണ്ടും അവിടെ വന്നു, ചുറ്റി വളഞ്ഞ് പിടിച്ചിരുത്തി ഇലയിട്ട് ഉച്ചത്തെ ഊണും, ഉച്ചയ്ക്കുള്ള ഊണും കൊടുത്തു. ഒരു രക്ഷയില്ല, വയറ് വളരെ ഒരുപാട് നിറഞ്ഞുപോയി. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഒരു നിവൃത്തിയില്ല, ഇനി ഉള്ളിൽ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് രക്ഷയില്ല. അപ്പം നടന്ന് റോട്ടിലേക്ക് വന്നു. റോട്ടിൽ വന്ന് പ്രദക്ഷിണം ചെയ്ത് വരുമ്പോൾ ഒരു എഴുത്തുമണ്ഡപം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ലൈബ്രറി എന്ന് നമ്മൾ ഇന്ന് പറയും, അന്നത്തെ കാലത്ത് എഴുതി വെക്കും പുസ്തകം, അതാണ് എഴുത്തുമണ്ഡപം. ഇതൊന്നും ഇപ്പോൾ ആർക്കും അറിയില്ല, അതൊന്നും എന്താണെന്നേ അറിയാം. ഇപ്പോൾ പുതിയ പേരുകൾ ആളുകൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലത്തേക്കും. ആൾ തിരക്ക് വന്നതോടുകൂടി ഓരോരുത്തർ. അപ്പോൾ ആ എഴുത്ത് മണ്ഡപത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മാനവാസി രാമസ്വാമി അയ്യർ, ഭഗവാന്റെ ഒരു ഭക്തൻ, അദ്ദേഹം ജ്യൂസ് ഉണ്ടാക്കിയിട്ട്, നല്ല മാമ്പഴം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡ് കൂടെ അപ്രദക്ഷിണമായിട്ട് വന്ന് എഴുത്ത് മണ്ഡപത്തിൽ പിടിച്ചു. അവിടെ പിടിച്ചിട്ട് ഈ ജ്യൂസ് കുടിപ്പിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇനി ഒരു സങ്കല്പമും അരുത് എന്ന് തീരുമാനിച്ചു. അരുണാചല ശിപ്പിച്ച വീട്ടിൽ ചില അമ്മമാരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പട്ടിണി ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അവർ കൂടുതൽ തീറ്റിക്കും. അതൊക്കെയാണ് ഒരു മാതൃഭാവം അല്ലേ. അപ്പോൾ സങ്കല്പമേ അരുത്. ഈയിടെ ഞാൻ ഒരു ദിവസം ഉപവാസം, ശുദ്ധ ഉപവാസം തീരുമാനിച്ചു. ജലം മാത്രം, വേറെ ഒന്നുമില്ല. ഒരു 3-4 വർഷം മുമ്പ്. അപ്പണ്ട് രാവിലെ രമണാശ്രമത്തിൽ നിന്ന് ഒരു അമ്മ ഒരു തൂക്കുപാത്രം എടുത്തുകൊണ്ട് വരും. അപ്പം ചോദിച്ചു, അത് നിറച്ച് തൈര് സാറും. അപ്പം അവർ പറയണത് ഇതുവരെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എനിക്ക് ഉപവാസ ദിവസമാണ് ഇപ്പോൾ ഉപവാസം തീരുമാനിച്ചത്. ഇവർ പറഞ്ഞു രാവിലെ ഞാൻ ഭഗവാന്റെ സന്നിധിയിൽ പോയതും ഉള്ളിൽ ഭഗവാൻ എന്നോട് പറയണ പോലെ തോന്നി, ഇവിടെ വന്ന് സ്വാമിക്ക് തൈര് സാധം കൊണ്ട് കൊടുക്കാൻ. ആശ്രമത്തിലെ പ്രസാദമാണ്. അപ്പോൾ ആശ്രമത്തിൽ നിന്ന് തൂക്കുപാത്രത്തിൽ എടുത്തുകൊണ്ട് വന്നിരിക്കുക. എന്തു ചെയ്യും? അപ്പോൾ ഇതാണ് ഈൻറിടും അന്നയിർ പെരിതരുൾ പുരിപോയി. സാധാരണ അമ്മമാരെ പോലെ ബിഹേവ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ ഊണും ആഹാരവും ഒക്കെ തന്നിട്ട് കാര്യമില്ല എന്നാണ് പറയണപ്പോൾ. ഇതുപോകുന്നത് അരുണാചല, എനിക്ക് വേണ്ടത് ഇതൊന്നുമല്ല, ഈ മാമ്പഴ ജ്യൂസും ഇഡ്ഡലിയും ശാപ്പാടും ഇതൊന്നുമല്ല. ആ ശിവജ്ഞാനപ്രദായിന്യൈ നമഃ, ശിവശക്തിഐക്യരൂപിണ്യൈ നമഃ, ചിത്യൈ നമഃ, തത്പദലക്ഷ്യാർത്ഥായൈ നമഃ. ഇതൊക്കെയാണ് വേണ്ടത്. ആ ചൈതന്യമാത്ര സ്ഥിതി, ചിന്മാത്രമായ സ്ഥിതി, ആത്മാനുഭവസ്ഥിതി, നിലതെറ്റാത്ത ശാന്തി, ആ യോഗസ്ഥിതി, അതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇവിടെ കിടന്ന് വട്ടം കറക്കരുത്. ഈൻറിടും അന്നയിൽ പെരിതരുൾ പുരിപോയി ഇതുവോ ഉനതരുൾ അരുണാചല. ഭഗവാനെ എനിക്ക് കൃപ ചെയ്യൂ, അരുൾ ചെയ്യൂ. ശ്രുതി മാതാവായിട്ട് നിൽക്കൂ, എനിക്ക് ഉപനിഷത്ത് മാതാവായിട്ട് നിൽക്കും. എൻ്റെ ഉള്ളിൽ ആ ജ്ഞാനമാണ് വേണ്ടത്, എനിക്ക് സ്വരൂപാനുഭവമാണ് വേണ്ടത്. ഉനയെ മാറ്റി ഓടാതെ ഉള്ളത്തിന്മേൽ ഉറുതിയായി ഇരുപ്പായി അരുണാചല. എന്താ വേണ്ടതെന്നുള്ള പ്രാർത്ഥനയാണ് അടുത്ത പാട്ട്. ഉനയെ മാറ്റി
ഉള്ളിലുള്ള അന്തര്യാമിയെ കോൺഷ്യസ്നെസ്സിനെ പറ്റിച്ചിട്ട് ഈ മനസ്സ് എവിടേക്കോ ഓടുന്നു, ചലിക്കുന്നു, ചഞ്ചലം എവിടേക്കോ ചഞ്ചലമായി അലഞ്ഞുകൊണ്ടിരിക്കണു. അങ്ങനെ ഓടാതെ, അങ്ങനെ മനസ്സ് ഓടാതെ അചലമായിട്ടിരിക്കാൻ ഉറുതിയായിരുപ്പായ അരുണാചല. ആ ചിത്തത്തിൽ അരുണാചല തത്വം ഹൃദയത്തിൽ അചലമായി പ്രതിഷ്ഠിതമാവണം. ഇതാണ് പ്രാർത്ഥന. വേറെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഉനയെ മാറ്റി ഉള്ളിലുള്ള ചൈതന്യത്തിനെ പലവിധത്തിലുള്ള ഭാവങ്ങളാക്കി കാമമാണെന്നും കോപമാണെന്നും ഞാനെന്നും നീയെന്നും അവനെന്നും അതെന്നും ഇതെന്നും ഒക്കെയുള്ള ഭാവനകളൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ ആക്കി തോന്നിപ്പിക്കണം. ഉള്ളിൽ ഉള്ളത് ഒരു ചൈതന്യം മാത്രമാണ്. ആ ചൈതന്യത്തിനെ പലതായിട്ട് തോന്നിപ്പിക്കുന്നതാണ് ഉളം, മനസ്സ്. അങ്ങനെ പലതായി തോന്നിക്കുന്നതിന് പകരം ഏകമായ, അദ്വയമായി, ഉറുതിയായി ഒരു ചൈതന്യം മാത്രമായി ശാശ്വതമായ ശുദ്ധ ശിവമായി എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കൂ അരുണാചല. വളരെ മുഖ്യമായ പാട്ടാണിത്. അപ്പോൾ നോക്കൂ, ഈ പാട്ടുകളൊക്കെ തന്നെ ഭഗവാനോട് പറയണതാണ്, എൻ്റെ മനസ്സ് പതിച്ചു പോകരുത്. അസാരേ സംസാരേ നിജഭജന ദൂരേ ജഡധിയാം ഭ്രമന്തം മാം അന്ധം പരമകൃപയാ പാതും ഉചിതം മദന്യഃ കോ ദീനഃ തവ കൃപണരക്ഷാതി നിപുണഃ ത്വദന്യഃ കോ വാ മേ ത്രിജഗതി ശരണ്യഃ പശുപതേ. ശിവാനന്ദലഹരി ഇതേപോലെ ആചാര്യസ്വാമികൾ മല്ലികാർജുന സ്വാമിയോട് പറയാണ്, അസാരേ സംസാരേ, ഒരു സാരമില്ലാത്തതായി സംസാരത്തിൽ. പേര് മാത്രം സംസാരം. നമ്മൾക്ക് മലയാളത്തിൽ സംസാരം എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലുമൊക്കെ സാരം ഉണ്ടാവണം എന്നാണ് അർത്ഥം. പറയുമ്പോൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാരം ഉണ്ടാവും. അതില്ല. അസാരേ സംസാരേ, എന്തൊക്കെയോ പറയണു. നമ്മൾ വർത്തമാനത്തിനെ തന്നെ എടുത്താൽ വെച്ചോളൂ, അർത്ഥമില്ലാതെ എന്തൊക്കെയോ പറയണു. ഇപ്പോൾ ഒരു പുതിയ സെറ്റ് ഓഫ് കാർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ആ കാറ് വിളിച്ചിട്ട് പോകാം. ബ്ലാ ബ്ലാ ടാക്സി എന്നാണ് പേര്. കേട്ടിട്ടുണ്ടോ? ഇല്ല. ബ്ലാ ബ്ലാ ടാക്സി എന്താണെന്ന് വെച്ചാൽ അതിൽ കയറിയിരുന്ന് നമ്മൾ കൂടെ കുറേ ആളുകളുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലാ ബ്ലാ പറഞ്ഞിട്ട് എവിടെ വേണമെങ്കിൽ പോകാമെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വളവളാന്ന് പറഞ്ഞിട്ട് എവിടെ വേണമെങ്കിൽ പോവാം. തിരുവണ്ണാമലയിൽ ഒരു സ്വാമിയാണ് എന്നോടത് പറഞ്ഞത്. ഒരു സന്യാസി, ഒരു സ്വാമിജി അദ്ദേഹത്തിനോട് ചോദിച്ചു, ചെന്നൈയിൽ നിന്ന് എങ്ങനെ തിരുവണ്ണാമല വന്ന് ചോദിച്ചു. ബ്ലാ ബ്ലാ ടാക്സിയിൽ വന്നു. എന്നുവെച്ചാൽ നമ്മൾക്കാവുന്നത് നമ്മൾ കൊടുക്കാം, എല്ലാവരും കൊടുക്കും. നല്ല സുഖമായിരുന്നു. എല്ലാവരും നല്ലവണ്ണം, ആ സ്വാമിക്ക് നല്ലവണ്ണം വർത്തമാനം പറയുന്നത് ഇഷ്ടമാണ്. ഒരാൾ വർത്തമാനം പറഞ്ഞ് സുഖമായിട്ട് വന്നു. അതാണ് സംസാരം. അസാരേ, ഒരർത്ഥമില്ലാതെ എന്തൊക്കെയോ പറയണം എന്നാണ്. അസാരേ സംസാരേ നിജഭജന ദൂരേ. ഈ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു സാരം കാണാനില്ലല്ലോ. ഒരു അർത്ഥം കാണാനില്ലല്ലോ. നിജഭജന ദൂരേ, ആത്മഭജനം ചെയ്യാൻ കഴിയാതെ എവിടെയോ ദൂരത്ത് പോയി. ആത്മധ്യാനം ചെയ്യാൻ സാധിക്കാതെ പോയി എന്നർത്ഥം. നിജഭജന ദൂരേ, നിജഭജനം എന്ന് വെച്ചാൽ ആത്മധ്യാനം. നിജശബ്ദം ആത്മാ എന്നർത്ഥം, താൻ എന്നർത്ഥം. ആത്മധ്യാനം ചെയ്യാതെ അഥവാ ഈശ്വരധ്യാനം ചെയ്യാതെ അതിൽ നിന്നൊക്കെ ദൂരെ എന്തൊക്കെയോ പറഞ്ഞും കൊണ്ട്, എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ജഡധിയാഭ്രമന്തം, ബുദ്ധിയിൽ ജാഡ്യം ബാധിച്ചിരിക്കുകയാണ്. ബുദ്ധി ജഡമായിരിക്കുന്നു, മന്ദബുദ്ധി.
ബുദ്ധിക്ക് അതിസൂക്ഷ്മമായ വിഷയങ്ങളൊന്നും ചിന്തിക്കാനുള്ള ശക്തിയേ ഇല്ല. അർത്ഥമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ജഡധിയാ ഭ്രമന്തം. ഞാനാരാ? മാം അന്ധം, കുരുടനാണ്, അന്ധനാണ്. എന്നുവെച്ചാൽ അകക്കണ്ണ് തുറന്നിട്ടില്ല, സത്യം അറിയാൻ വയ്യ, കേട്ടാലും മനസ്സിലാവണില്ല. ജഡധിയാ ഭ്രമന്തം മാം അന്ധം. രക്ഷിക്കാൻ വല്ല വകുപ്പുണ്ടോ? പരമകൃപയാ പാതുമുചിതം. ചില പിള്ളേരൊക്കെ മുമ്പ് എഴുതി വയ്ക്കും പരീക്ഷയിലെ, സാറേ അമ്മയ്ക്ക് വയ്യ, അച്ഛന് പഠിത്തിരക്കാണ്, ഞാനും അച്ഛൻ്റെ കൂടെ പണിക്ക് പോവുകയാണ്, പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല, ദയവ് ചെയ്ത് പാസ്സാക്കി വിടണം. ഇങ്ങനെയൊക്കെ. ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ ചെയ്യില്ല. പണ്ടൊക്കെ പത്രത്തിലൊക്കെ വരും ഇങ്ങനത്തെ ഓരോരോ 10ാം ക്ലാസ് പേപ്പറിൽ എഴുതി വയ്ക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭഗവാനെ എനിക്ക് ഒന്ന് രക്ഷിച്ചുവിടൂ ഭഗവാനെ എന്ന്. നമ്മളൊക്കെ പണ്ട് കാലത്ത് ഈ വിളക്ക് കൊളുത്തി വെച്ച് നമഃശിവായ പറയുക. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടും. അപ്പോൾ പാട്ട് എന്താണെന്ന് വെച്ചാൽ, ദൈവമേ കൈതൊഴാം കാക്കുമാറാകണേ, കേക്കുമാറാകണേ, പാപമാം എന്നെ നീ കാക്കുമാറാകണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. നമ്മുടെ പാലക്കാട് ഒരു ചിറ്റൂർ കൃഷ്ണയ്യരുണ്ടായിരുന്നു, പ്രവചനവാചസ്പതി എന്നൊക്കെയാണ് അദ്ദേഹത്തിന് ടൈറ്റിലൊക്കെ. നല്ലവണ്ണം പാട്ടൊക്കെ പാടും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ പ്രഭാഷണത്തിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവമേ കൈതൊഴാം കേക്കുമാറാക്കണേ, കേക്കുമാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു കാക്കുമാറെങ്കിലും ആക്കണേ എന്നാണ്. എന്താണെന്ന് വെച്ചാൽ കുമാർ എന്ന് പറഞ്ഞ ഒരു വലിയ പണക്കാരൻ അന്നത്തെ പ്രഭാഷണത്തിന് മുമ്പിലിരിക്കണുണ്ട്. അപ്പം അയാളെ കാണിച്ചിട്ടാണ് പറയണത്. കേക്കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വലിയ പണക്കാരനാണ്, നാട്ടിലെ വലിയ പണക്കാരൻ. കേക്കുമാർ ആക്കിയിട്ടില്ലെങ്കിലും ഒരു കാക്കുമാറെങ്കിലും ആക്കണം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു അന്ന്. അതെ, ശരി. അപ്പോൾ ഇതാണ് ഈണ്ടിടും ഉനയെ മാറ്റി ഓടാതെ ഉളത്തിന്മേൽ. അപ്പോൾ ഉറുതിയായിരുപ്പായി അരുണാചല. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എവിടെയാണ് നിർത്തിയത് നമ്മൾ? നിജഭജന ദൂരെ ജഡധിയാ ഭ്രമന്തം മാമന്ധം പരമകൃപയാ പാതുമുചിതം. ഒരേ വകുപ്പേ ഉള്ളൂ, ഭഗവാന്റെ കൃപ. നമ്മളുടെ യോഗ്യതയില്ലായ്മയെ നല്ലവണ്ണം അറിഞ്ഞുവെങ്കിൽ. നോക്കൂ, ആത്മവിചാരം എന്ന് പറയുമ്പോൾ അതൊരു ഒരു 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 രഹസ്യമുണ്ടത്. പൊതുവേ ജ്ഞാനമാർഗത്തിൽ ഞാൻ ബ്രഹ്മമാണ്, ശുദ്ധ ചൈതന്യമാണ്, ഒരു ഗൗരവമേറിയ മാർഗമാണ്, വളരെ ഗൗരവമാണ്, ആത്മാവിന് വളരെയധികം റെസ്പെക്റ്റ് കൊടുത്തിട്ടുള്ള വഴിയാണ്. പക്ഷെ ഭഗവാന്റെ ആത്മവിചാരം ഉണ്ടല്ലോ, ഈ അഹങ്കാരത്തിനെ മൂലത്തിൽ സംഹരിക്കണത്, അത് ഭക്തിയോടാണ് വളരെ അടുത്ത് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അഹംവൃത്തിയെ മൂലത്തിൽ അടക്കലാണ്, അല്ലാതെ അതിന് വിശേഷണം കൊടുക്കലല്ല. അപ്പോൾ എനിക്ക് യോഗ്യതയില്ല, ഞാൻ ആരുമല്ല, ഭഗവാൻ മാത്രമാണ് സത്യം എന്നൊക്കെ പറയുമ്പോൾ ആത്മവിചാരം കൊണ്ട് എന്ത് നടക്കണോ അത് നടക്കും. ഈ അഹംവൃത്തി തുച്ഛമായി പോവുകയാണ്, മൂലത്തിൽ അടക്കപ്പെടുകയാണ്. ഭഗവാന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല, എനിക്കൊരു യോഗ്യതയില്ല, ഞാൻ ഒന്നുമല്ല എന്നൊക്കെ കാണുന്നതുണ്ടല്ലോ. ഈ അഹംവൃത്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതാവും. വാസ്തവമായ അഹം എന്താണോ അത് പ്രകാശിക്കും. അല്ലാതെ ഈ അഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കാര്യമില്ല. ഈ ഇൻഡിവിജ്വൽ സെൻസ്, ഈ അഹങ്കാരം ആണ് ഇവിടെ ഞാൻ എന്തോ ഒരു വലിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണു. അതിനെ ആദ്യം പറയാണ്, നീ ഒന്നുമല്ല, ഞാൻ ഒന്നുമല്ല. ഇങ്ങനെ വാസ്തവമായിട്ട് അറിയുമ്പോൾ അത് ഹൃദയത്തിൽ അടങ്ങിപ്പോകും. അവിടെ എന്തുണ്ടോ ആ ശാശ്വത സത്യം, ഒരു നാച്ചുറൽ ഹ്യൂമിലിറ്റി വരും ഉള്ളിൽ. അപ്പോൾ അതാണ് ഇവിടെ ശങ്കരാചാര്യർ പറഞ്ഞത്, മാമന്ധം പരമകൃപയാ പാതുമുചിതം. ഭഗവാനെ, എന്നെ രക്ഷിക്കണമെങ്കിൽ കൃപ മാത്രമേ വഴിയുള്ളൂ. എന്നെ രക്ഷിക്കാൻ
ഒരു വഴിയേ ഉള്ളൂ, കൃപ. വേറെ എൻ്റെ യോഗ്യത വെച്ച് നീ എന്ത് ചെയ്തിട്ടുണ്ടെന്നൊന്നും ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. യാതൊരു യോഗ്യതയില്ല. പരമകൃപയാ പാതും ഉചിതം മദന്യഃകോദീനഃ. എന്നെ പോലെ ഒരു വെർത്ത്ലെസ് ആയിട്ട് ആരുമില്ല. ഒരു ഡോക്ടർക്ക് പേര് കിട്ടണത് എപ്പോഴെന്ന് വെച്ചാൽ ദീനനെ രക്ഷിച്ചാലേ ഉള്ളൂ. അയാൾക്ക് വേറെ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അയാൾ രക്ഷപ്പെട്ടില്ല. ഈ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് നല്ല പേരായി. അതുപോലെയാണ് ഭഗവാന്റെ അടുത്ത് പറയണത്, ഞാൻ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടൊന്നും ഒരു രക്ഷയില്ല. ഇപ്പം എന്നെ രക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ല പേരായി. അതുകൊണ്ട് എൻ പോലും ദീനറൈ എൻപുറക്കാത്ത് നീ എന്നാളും വാഴ്ന്തരുള അരുണാചലം. നമുക്ക് ഒരേപോലെയാണ് പറയണത്. മദന്യഃകോ ദീനഃ, എന്നെക്കാളും ഒന്നിനും കൊള്ളാത്തതായിട്ട് ആരുമില്ല. ഒരു ഭക്തൻ ഉണ്ടായിരുന്നു തിരുവണ്ണാമലയിൽ. ഉണ്ടായിരുന്നു വെച്ചാൽ ഇന്നുണ്ട്, പക്ഷേ ഇന്നിപ്പോൾ അരുണാചലത്തിലില്ല അദ്ദേഹം. വളരെ വലിയ ഉയർന്ന ഭക്തൻ, ലോകപ്രസിദ്ധനാണ് അദ്ദേഹം ഒരു വിധത്തിൽ. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ദിവസം ഗിരിപ്രദക്ഷിണം പോവും, ഒരുപാട് തപസ് ചെയ്തു. അപ്പം അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒരു 28 വർഷം മുമ്പ്, നമ്മളൊക്കെ ഭഗവാന്റെ അടുത്ത് വന്നിരിക്കണം, ഏറ്റവും ഉയർന്ന ഒരു ഗുരു. യോഗിനാം പരമം ഗുരും എന്ന് പരീക്ഷിത്ത് ശുഖബ്രഹ്മ മഹർഷിയെ പറഞ്ഞ പോലെ യോഗികൾക്കൊക്കെ ഗുരുവായിട്ടുള്ള ഗുരു. അതെന്താ അറിയോ, അത് നമ്മളുടെ യോഗ്യത കാരണമല്ല, നമ്മളുടെ വെർത്ത്ലെസ്നെസ്സിനെയാണ് കാണിക്കുന്നത്. നമ്മളുടെ യോഗ്യത ഇല്ലായ്മയാണ് അത് കാണിക്കുന്നത്. നമുക്ക് യോഗ്യത ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ മതി, ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഇതിപ്പോൾ നമുക്ക് ഒരു വഴിയുമില്ല എന്നുള്ളത് കൊണ്ട്, ഒരു യോഗ്യതയും ഇല്ലാത്തത് കൊണ്ട് ഈ വലിയ ഡോക്ടർ, ചിലരൊക്കെ പറയില്ലേ, ഇതിനിപ്പോൾ ഡോക്ടർ അമേരിക്കയിൽ നിന്ന് വന്ന് ഇറങ്ങി ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെയാണ് പറയണിപ്പോൾ. അപ്പം അതുപോലെ ഒരു വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് വന്നിരിക്കണത്. നല്ല ആറ്റിറ്റ്യൂഡാണ് അല്ലേ? അല്ലെങ്കിൽ ഞാനാണ് ഇതാണ്, ഗുരുവിനെ വെച്ചുകൊണ്ട് അഹങ്കാരം വരും, അറിവിനെ വെച്ചുകൊണ്ട് അഹങ്കാരം എല്ലാം വരുമല്ലോ. അപ്പോൾ നമുക്ക് ഒരു വിധത്തിലും യോഗ്യതയില്ലാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ ഉയർന്ന ഒരു ആചാര്യൻ്റെ അടുക്കൽ, ഒരു ഗുരുവിൻ്റെ അടുക്കൽ വരേണ്ടി വന്നിരിക്കുന്നത്. വേറെ എവിടെയും നമ്മൾ രക്ഷപ്പെടാൻ പറ്റില്ല എന്നർത്ഥം. അതാണ് ദൈന്യഭാവം. ഭക്തിക്ക് ദൈന്യഭാവം വളരെ മനോഹരമാണ്. പ്രഭുസ്ത്വം ദീനാനാം ഖലു പരമബന്ധുഃ പശുപതേ പ്രമുഖ്യോഹം തേഷാം അപി കിമുത ബന്ധുത്വം അനയോഃ ത്വയൈവ ക്ഷന്തവ്യാഃ ശിവമദപരാധാശ്ച സകലാഃ പ്രയത്നാത് കർത്തവ്യം മദവനം ഇയം ബന്ധുസരണിഃ. ബന്ധുക്കൾ തമ്മിൽ അത്യാവശ്യം ഉപകാരം ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നാട്ടു നടപ്പ് പറഞ്ഞു തരാമെന്നാണ് പറയുന്നത് ശങ്കരാചാര്യർ. ഇയം ബന്ധുസരണിഹി എന്നാണ്. വെറുതെ ബന്ധുവാണ്, അയാളുമായിട്ട് ഞാൻ ബന്ധത്തിലാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കുടിക്കാൻ വകുപ്പില്ല, കഞ്ഞിയില്ല, ബുദ്ധിമുട്ടാണ്, ഒന്നും തരില്ലെങ്കിൽ എന്തു ബന്ധു? പ്രഭുസ്ത്വം ദീനാനാം, ദീനന്മാർക്ക് നീ പ്രഭുവാണ്. പരമബന്ധു, ഏറ്റവും ഇൻറ്റിമേറ്റ് റിലേറ്റീവാണ്. പരമബന്ധു പശുപതേ പ്രമുഖ്യോഹം തേഷാം അപി, ഞാനോ ഈ കൈവിട്ട കേസുകളിൽ ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി. വേറെ ഒരു സ്ഥലത്തും രക്ഷപ്പെടാൻ വഴിയില്ലാത്ത കൂട്ടത്തിൽപ്പെട്ട ആൾ. പ്രമുഖ്യോഹം തേഷാമപി, ഒരു
തൻ്റെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പണ്ട് ഒരു സ്കൂളിലെ ഞങ്ങൾ വീട്ടിൽ ഈ ഭക്തിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ കൃപ കൊണ്ട് രക്ഷപ്പെടുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കൃപ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം, എന്തെങ്കിലുമൊക്കെ സാധന ചെയ്താലല്ലേ മേലെ വരുള്ളൂ എന്ന് രണ്ടുപേർ തമ്മിൽ ചർച്ച നടക്കുമ്പോൾ ശരിക്കും നടന്ന ഇൻസിഡൻറ്റ്. അടുത്ത മുറിയിൽ അവിടുത്തെ ഒരു കുട്ടി ഒരു കവിത ചൊല്ലാണ്, സ്കൂളിലത്തെ കവിത. വട്ടപൂജ്യം വാരിക്കൂട്ടിയ അമ്മണിമൂടും പാസ്സായി എന്നാണ്. അങ്ങനെയൊരു വകുപ്പുണ്ട് എന്നാണ്. എന്നുവെച്ചാൽ ഇവിടെ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വാട്ട് യു ആർ അച്ചീവിങ്, അറ്റൈനിങ്, എന്ത് കിട്ടണമെന്നുള്ളതല്ല. എപ്പോൾ ഞാൻ ഒന്നുമില്ലാതാവണോ, അകിഞ്ചനത്വം മഹാസ്വാസ്ഥ്യം. സ്പിരിച്വൽ അറ്റൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ലാതാവുകയാണ്. അപ്പോൾ ചിലപ്പോൾ വട്ടപൂജ്യം കിട്ടിയാൽ പരമപൂജ്യ സ്വാമിജി എന്നൊക്കെ പറയില്ലേ, അതാണ് വിചാരിക്കണത്. ചിലപ്പോൾ സ്വാമിജി വിചാരിക്കും ഇതൊരു വളരെ ബഹുമാനമാണെന്ന് വിചാരിക്കും. എന്ന് വെച്ചാൽ ഒന്നുമില്ല എന്നർത്ഥം. വട്ടപൂജ്യം പരമപൂജ്യം എന്നാണ്. അപ്പോൾ പൂജ്യശ്രീ, അപ്പോൾ ഒന്നുമില്ല. അപ്പം അങ്ങനെ കൃപ എന്ന് പറയുന്ന ഒരു തത്വം. ഇന്നിപ്പോൾ നമ്മൾ അത് ധ്യാനിക്കുകയാണെന്ന് വെച്ചാൽ കൃപാതത്വത്തിനെ ധ്യാനിക്കുകയാണ്. അതായത് നമ്മൾക്ക് ലോകത്തിൽ അറിയണത് മുഴുവൻ നമ്മളുടെ എഫേർട്ട് അതിന്ന് കിട്ടുന്നത് ഈ ഒരു റിഗ്മറോൾ ഇതിനകത്താണ് പെട്ടിരിക്കുന്നത്. ഇതൊന്നും അല്ലാതെയാണ് കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയിൽ മുഴുവനും. നമ്മളെ ശരിക്കും അങ്ങോട്ട് വിചാരിച്ചാൽ പച്ചവെള്ളം തരാൻ പാടില്ല അല്ലേ, നമുക്കും കിട്ടണം. ഗർഭത്തിലിരിക്കുമ്പോൾ അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ ആഹാരം എവിടെ നിന്ന് കിട്ടി? ഇതാണ് ഭാഗവതം ചോദിക്കുന്നത്. രക്ഷിത യോസ് സരക്ഷിത രക്ഷതി യോഹി ഗർഭേ. ഗർഭത്തിൻ്റെ ഉള്ളിൽ രക്ഷിക്കുന്നവനാണ് ഇപ്പോഴും രക്ഷിക്കണത് എന്നാണ്. ഗർഭത്തിൻ്റെ ഉള്ളിൽ പാൽക്കുപ്പിയൊന്നും മെഴുകാൻ പറ്റില്ല, അവിടെ ആർക്കും പ്രവേശമില്ല. അതിനകത്ത് രക്ഷിക്കുന്ന ഒരു മഹാശക്തി. ആ ശക്തി ജനിച്ചതോടുകൂടി ഇല്ലാതായൊന്നുമില്ല. അവയാർ പാടി ഒരു സ്ഥലത്ത് ശിവനും സെത്തുവിട്ടാണോ, ഈ നാളത്തേക്ക് ആര് തരും, നാളെ ആര് നോക്കും എന്നൊക്കെ പറയുമ്പോൾ ശിവൻ എന്ത് പോയോ? ഒരു മഹാശക്തി എല്ലാം നടത്തിക്കൊണ്ടിരിക്കണു. ഈ കൃപാതത്വമാണ് ഭഗവാൻ അക്ഷരമണമാലയിൽ മുഴുവൻ ധ്യാനം. കൃപാതത്വത്തിനെ പെർഫെക്റ്റായിട്ട് ധ്യാനിച്ചാൽ അഹങ്കാരം ലേശ ശേഷമില്ലാതെ പോകും. പെർഫെക്റ്റായ അറിവ് വരും. എന്താണെന്ന് വെച്ചാൽ ഞാൻ കർത്താവോ ഭോക്താവോ ഒന്നുമല്ല, ഒരേ സത്യത്തിലേക്ക് വേറെ ഒരു വഴിക്ക് വരണു, അത്രയേ ഉള്ളൂ. പ്രമുഖ്യോഹം തേഷാമപി കിമുത ബന്ധുത്വമനയോഹു. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ത്വയൈവ ക്ഷന്തവ്യാഹ. തെറ്റ് ചെയ്താൽ എന്താ, ഒത്തിരി ഒന്ന് ക്ഷമിച്ചൂടെ എന്നാണ്. ത്വയൈവ ക്ഷന്തവ്യാഹ ശിവമദ് അപരാധശ്ച സകലാഹ. എൻ്റെ അപരാധങ്ങളൊക്കെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അറിയായ്മ കൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞിട്ടും ചെയ്തിട്ടുണ്ട്. വിദിതം അവിദിതം വാ സർവമേത ക്ഷമസ്വ. ചിലരാ ശ്ലോകം ചൊല്ലുമ്പോൾ വിഹിതം അവിഹിതം വാ എന്നൊരു പാട്ടുണ്ട്. പക്ഷെ വിഹിതമായിട്ടുള്ള പാപം ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ വിദിതം അവിദിതം വാ, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ തെറ്റുകൾ ചെയ്യും. മനുഷ്യപ്രകൃതിയാണ്. അതുകൊണ്ട് ഭഗവാനെ
ത്വയൈവ ക്ഷന്തവ്യാഹ, അങ്ങ് എന്നെ ക്ഷമിക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ എന്നെ ഒന്ന് രക്ഷിച്ച് തരണം, എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് എന്നെ ഒന്ന് അങ്ങോട്ട് കടത്തി തരണം എന്ന്. ത്വയൈവ ക്ഷന്തവ്യാഹ ശിവമതപരാധാശ്ച സകലാഹ. ചില ആളുകളോടൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്ന് പറയും അല്ലെ, ചില കാര്യങ്ങളൊക്കെ ഒന്ന് കടത്തി, വലിയ ബുദ്ധിമുട്ട്. പ്രയത്നാത് കർത്തവ്യം എന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്തിരി മുട്ടിയിട്ടെങ്കിലും ചെയ്തു തരണം എന്നാണ് പറയണത്. പ്രയത്നാത് കർത്തവ്യം മദവനം ഇയം ബന്ധുസരണി. ഇതാണ് ബന്ധുക്കൾക്കുള്ള ലക്ഷണം. അതുകൊണ്ട് വെറുതെ അമ്മയാണ് അച്ഛനാണെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ലേ, രക്ഷിക്കണമെന്നാണ്. ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ, രക്ഷിക്കണം. പ്രയത്നാത് കർത്തവ്യം മദവനമിയം ബന്ധുസരണി ഉപേക്ഷാനോ ചേത്. എന്നെ വിട്ടുകളയരുത്. അപ്പോൾ ഇതാണ് ഇവിടെയും ഭഗവാൻ പറയണത്. ഇൻഡിടും അന്നയ്യർ പെരിതരുൾ പുരിവോയ്. ഒരു അമ്മയേക്കാളും കരുണയിൽ ശ്രേഷ്ഠനായ ഹേ അരുണാചലേശ്വര, എന്നെ ഇങ്ങനെ വിട്ടുകളഞ്ഞാൽ ഇത് കാരുണ്യമാവുമോ? ഇതുവോ പുരിവായ് ഇത് ഉനത് അരുൾ, ഇതുവോ ഉനതരുൾ അരുണാചല. ഇതാണോ അരുൾ, ഇതാണോ കൃപ? ഉനയെ മാറ്റി ഓടാതുളത്തിന്മേൽ ഉറുതിയായിരുപ്പായ അരുണാചല. എൻ്റെ ചിത്തം നിത്യനിരന്തര സമാധിയിൽ ധ്യാനത്തിലിരിക്കണം. അത് ഓടിക്കൊണ്ടേയിരിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലമായി അലഞ്ഞുകൊണ്ടിരിക്കരുത്. മനസ്സ് ചഞ്ചലമാവുമ്പോൾ ഭക്തൻ്റെ വഴി എന്താണെന്ന് വെച്ചാൽ കരയാണ്. ഭക്തൻ സദാ മോഹാടവ്യാം ചരതി യുവതീനാം കുജഗിരൗ നടത്യാശാശാഖാസു അടതി ഝടതി സ്വൈരമഭിദഃ കപാലിൻ ഭിക്ഷോ മേ ഹൃദയ കപിം അത്യന്ത ചപലം ദൃഢം ഭക്ത്യാ ബദ്ധ്വാ ഭവദധീനം കുരു വിഭോ. ഈ മനസ്സിങ്ങനെ ചഞ്ചലമായി വിഷയങ്ങളിലൊക്കെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുരങ്ങിനെ പോലെ. കപാലിൻ ഭിക്ഷോ, കപാലിയായിട്ടുള്ള ശിവൻ കയ്യിൽ കപാലവും കൊണ്ട് ഭിക്ഷയ്ക്ക് പോവുകയാണ്. നരകപാലം കയ്യിലേന്തി ഭിക്ഷയ്ക്ക് പോവുകയാണ്. കോയമ്പത്തൂരിനും സേലത്തിനും നടുവിലുള്ള സ്ഥലത്തിന് പേര് ഈറോഡ് എന്നാണ്. നമുക്കത് ഏതോ റോഡാണെന്ന് വിചാരിക്കരുത്, അവിടെയുള്ള ശിവൻ്റെ പേരാണത്. ഈര ഓട്. ഈരം എന്ന് വെച്ചാൽ ആർദ്രമായ ഓട്, തിരുവോട് എന്ന് വെച്ചാൽ കപാലം. ആർദ്ര കപാലീശ്വരൻ എന്നാണ് അവിടെ സ്വാമിക്ക് പേര്. ഇനിയിപ്പോൾ അങ്ങനെ പോകുമ്പോൾ അത് ഓർമ്മ വരും. ആർദ്ര കപാലീശ്വരൻ എന്നാണ് സ്വാമിക്ക് പേര്. കയ്യിൽ ആർദ്ര കപാലം എടുത്തുകൊണ്ട് ഭിക്ഷയ്ക്ക് പോവുകയാണ്. കപാലിൻ ഭിക്ഷു മേ ഹൃദയ കപിം അത്യന്ത ചപലം. എൻ്റെ മനസ്സാകുന്ന ഈ കുരങ്ങൻ വളരെ ചപലമാണ്. അതിനെ ഭക്തിയാകുന്ന കയറുകൊണ്ട് കെട്ടിയിട്ട് കയ്യിൽ പിടിച്ചു കൊണ്ടുപോയാൽ അവൻ അറിയാത്ത അക്രോബാറ്റിക്സ് ഒന്നുമില്ല. അവൻ എല്ലാ സർക്കസും അറിയാം. നിങ്ങൾക്ക് അത് കൊണ്ടുപോയി ഡാൻസ് കളിപ്പിച്ച് ഭിക്ഷ വാങ്ങിക്കാം. ഈ ഭിക്ഷ എടുക്കാൻ പോണ ആളുകളെ ഇപ്പം ശങ്കരാചാര്യരുടെ കാലത്തും ഈ കുരങ്ങനെയും കൊണ്ട് ഭിക്ഷ എടുക്കാൻ പോണ ആളുകൾ ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പം അതുകൊണ്ട് ഈ കുരങ്ങനെയും കൊണ്ടുപോയിക്കോളൂ, ഭഗവാൻ ഒരു പ്രസൻറ്റേഷൻ ഗിഫ്റ്റ്, ഇതാ എൻ്റെ വക ഒരു കുരങ്ങ് ഗിഫ്റ്റായിട്ട് തരാം. മനസ്സ് എന്ന് പറയുന്നത് ഭവതു ഭവദർത്ഥം മമ മനഃ. എൻ്റെ മനസ്സിനെ ഞാനിതാ ഭഗവാന് ഗിഫ്റ്റായിട്ട് തരാം എന്ന് പറയാണ്.
ഉനയെ മാറ്റി ഓടാത് ഉളത്തിന്മേൽ ഉറുതിയായിരുപ്പായ അരുണാചല. ഈ ചിത്തം ഇങ്ങനെ ഓടുകയാണ്, ചഞ്ചലമാണ്. അതാണ് ധ്യാനത്തിന് തടസ്സം, പ്രതിബന്ധം. ആ ചിത്തത്തിനെ ഈശ്വരനിൽ ഉറുതി എന്ന് വെച്ചാൽ ദൃഢമായിട്ട് ഇരുത്തണം, അചലമായിട്ട് ഇരുത്തണം, ചാഞ്ചല്യമില്ലാതെ ഇരുത്തണം. അത് നമ്മളാണ് ഇരുത്തേണ്ടത്. ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, വന്നിരിക്കുമെന്നാണ്. എൻ്റെ ഹൃദയത്തിൽ വന്നിരിക്കും. മാ ഗച്ഛസ്ത്വമിതസ്തതോ ഗിരിശഭോ മയ്യേവ വാസം കുരു സ്വാമിൻ ആദികിരാത മാമകമനഃ കാന്താരസീമാന്തരേ വർത്തന്തെ ബഹുശോ മൃഗാഃ മദജുഷഃ മാത്സര്യമോഹാദയഃ താൻ ഹത്വാ മൃഗയാ വിനോദരുചിതാലാഭം ച സംപ്രാപ്സ്യസി മാ ഗച്ഛഃ. അങ്ങോട്ട് ഇങ്ങോട്ട് പോകണ്ടെന്നാണ് ശിവനോട് പറയാണ്. വേട്ടയ്ക്കാണെന്ന് പറഞ്ഞ് കയ്യിൽ വില്ലുമെടുത്ത് നടക്കണ്ട, ഞങ്ങൾ കാടൊക്കെ വെട്ടിത്തെളിച്ചിരിക്കണം. നല്ല കാട് ഇത് അവിടെ ഉള്ളിലുണ്ട്. മയ്യേവ വാസം കുരു. ഒരു അപ്പാർട്ട്മെന്റ് തരാം, ഇത് അവിടെ ഉണ്ട്, ഇവിടെ ഇരുന്നുകൊള്ളാം. മയ്യേവ വാസം കുരു സ്വാമിൻ ആദികിരാത മൂർത്തി മാമകമന കാന്താര സീമാന്തരെ. എൻ്റെ മനസ്സാകുന്ന കാട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്. അവിടെ ഭയങ്കരമായ മൃഗങ്ങളുണ്ട്. കാമക്രോധ ലോഭമോഹമത മാത്സര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ വേട്ടയാടിക്കൊള്ളുക, കൊന്നുകൊള്ളുക. ഞാൻ മനസ്സിന് ശാന്തി ഉണ്ടാവും, എനിക്ക് സമാധാനം ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു വേട്ട നടത്തിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു ഒപ്പന്താണത്. അപ്പോൾ ഭഗവാൻ ഇവിടെ വന്ന് വേട്ടയാടിക്കൊള്ളുക, നായാട്ട് നടത്തിക്കൊള്ളുക. എൻ്റെ മനസ്സിൽ ഇവിടെ ഇരിക്കാതെ ഉറുതിയായിരുപ്പായ അരുണാചല. അരുണാചല എൻ്റെ ഉള്ളിൽ അചലമായി വന്നിരിക്കൂ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്നിൽ ആത്മധ്യാനം ഉണ്ടാവട്ടെ, ശാശ്വതമായ സത്യം ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ, ശിവം ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ. മനസ്സ് അലയും തോറും ആ നിർവികൽപ്പമായ അനുഭവം ഉണ്ടാവില്ല. മനസ്സ് ശാന്തമായാൽ, നിശ്ചലമായാൽ ചിത്തം ശിരിത് അശയ സംസാരം നിലൈ നിൽക്ക മുക്തി. മനസ്സ് ചഞ്ചലമായി അലയുമ്പോൾ സംസാരം, അത് അചലമായ മുക്തി. അപ്പോൾ മനസ്സ് അചലമാവുമ്പോൾ, മനസ്സാണ് ശക്തി, അതിൻ്റെ അധിഷ്ഠാനഭൂതമായ വസ്തുവാണ് ശിവം. ശക്തി ചലിക്കുമ്പോൾ അത് ശക്തിയായി, അചലമായ ശിവമായി. മനസ്സാണ് ദേവിയുടെ ആദ്യ സ്വരൂപം എന്ന് ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിൽ പറഞ്ഞു. ആദ്യം മനസ്സാണ്, പിന്നെയാണ് ആകാശം, വായു ഒക്കെ. മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരഥിരസി ത്വമാപഃ ത്വം ഭൂമിഃ ത്വയി പരിണതായാം നഹി പരം. ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാം ചിദാനന്ദാകാരം ശിവയുവതിഭാവേന ബിഭൃഷേ. ആത്മാവിനെ ലോകമാക്കി കാണിക്കണം അത്രേ ആ മായ. ആത്മാവാണ് ഉള്ളത്, നിരന്തരം നമ്മൾ ആത്മാവിനെയാണ് അനുഭവിക്കുന്നത്. പക്ഷെ നമുക്ക് തെറ്റിദ്ധാരണ തോന്നുന്നു, മനസ്സ് അനുഭവിക്കും, ശരീരത്തിനെ അനുഭവിക്കും. നമ്മളെല്ലാം ആത്മാവിലാണ് ഇരിക്കുന്നത്, ആനന്ദത്തിലാണ് ഇരിക്കുന്നത്. ഒരു മഹാത്മാവ് പറഞ്ഞു, ഈ ആനന്ദത്തിലല്ലാതെ ഇരിക്കാനേ പറ്റില്ല. അതിന് അദ്ദേഹം ഒരു ദൃഷ്ടാന്തം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ജയിലിൽ ഒരു 10 വർഷം കിടന്നാൽ അവിടെ സന്തോഷമായിട്ടിരിക്കും, പിന്നെ തുറന്നു വിട്ട പുറത്ത് വരണ്ടെന്ന് പറയും. അത് കാരണം ജയിലിൽ പഴകിപ്പോയതാണെന്ന് നമ്മൾ പറയും. അതൊന്നുമല്ല, എവിടെ ഇരുന്നാലും ആനന്ദ ആത്മാവിലുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവിടെയാണെങ്കിലും ഇരിക്കുവാണ്.
ഏത് സ്ഥലത്ത് പോയാലും അവിടെ ഒരു ആനന്ദം കണ്ടെത്തി. കാട്ടിൽ പോയി ജനിച്ചു വളരുന്നവർ അവിടെ ആനന്ദം ആത്മാവിൻ്റെ സ്വരൂപമാണ്. വെളി വിഷയങ്ങളിലൊക്കെ സുഖമുണ്ടെന്നുള്ളത് ഒരു വിഭ്രാന്തിയാണ്, ഒരു ഭ്രമമാണ് മനസ്സ്. അതുകൊണ്ടാണ് ഊർസുറ്റുളം. ഈ ചിത്തം ഭഗവാൻ ഉള്ളിലുള്ള ഈശ്വരനെ തന്നെ പറ്റിച്ചിട്ട് വെളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. ഉനയേ മാറ്റി, ഉനൈ ഏമാറ്റി. ഒരു യജമാനനെ, വീട്ടിൽ ഉള്ള യജമാനനെ പറ്റിച്ചിട്ട് പുറത്തു പോണ പോലെ. ഉനൈ ഏമാറ്റി ഓർഡർ. ചിത്തം പുറത്തേക്ക് ഓടുകയാണ്. ഭഗവാനെ പറ്റിച്ചാൽ ആരെ പറ്റിക്കണു? നമ്മൾ നമ്മളെ പറ്റിക്കണം. നമ്മളുടെ തന്നെ അന്തര്യാമിയെ പറ്റിക്കും. അതില്ലാതെ ആ ചിത്തം പുറത്തലയാതെ തന്നിലേ ഇരിക്കണം, ആത്മാവിലേ ഇരിക്കണം. ഇതാണ് പ്രാർത്ഥന. ഉറുതിയായി ഇരുപ്പായി അരുണാചല. എൻ്റെ ഹൃദയത്തിൽ ചലിക്കാതെ ദൃഢമായിട്ട് ഇരിക്കൂ അരുണാചല. അപ്പോൾ മനസ്സ് പിന്നെ എങ്ങോട്ടും അലയില്ല. ഇതാണ് പ്രാർത്ഥന. അടുത്ത പാട്ടും അത് തന്നെയാണ്. ഊർസുറ്റുളം വിടാതെ ഉനൈക്കണ്ട് അടങ്കിട ഉൻ അഴകൈ കാട്ടെന്ന അരുണാചലം. വളരെ അദ്ഭുതമായൊരു പാട്ട്. ഈ മനസ്സ് ഊർസുറ്റുളം, ലോകം മുഴുവൻ ചുറ്റാണ്. മനസ്സിന് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ, ഒരിടത്ത് സൗന്ദര്യം കണ്ടാൽ അവിടെ പോയി നിൽക്കും, ഒരിടത്ത് സുഖം കിട്ടിയാൽ അവിടെ പോയി നിൽക്കും, എന്തെങ്കിലും ഒരു വിധത്തിലുള്ള സുഖം. ഒരിടത്ത് സംരക്ഷണം, പ്രൊട്ടക്ഷൻ കിട്ടിയാൽ അവിടെ പോയിരിക്കും. അപ്പോൾ ഈ മനുഷ്യൻ വിചാരിക്കുകയാണ് എനിക്ക് പ്രൊട്ടക്ഷൻ ഇതൊക്കെയാണ്. ഇപ്പം ഇങ്ങനത്തെ വീട്ടിൽ താമസിച്ചാൽ ഒരു അപകടവും വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് പലരും അതിനനുസരിച്ചിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ എടുത്ത് അവിടെയൊക്കെ ഇരിക്കും. എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യണം? അടുത്ത ആസ്പത്രി ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ 10 മിനിറ്റ് കൊണ്ട് ആസ്പത്രിയിലെത്തണം. മുൻകൂട്ടി സങ്കല്പിക്കുകയാണ് രോഗം. അപ്പോൾ ഈശ്വരൻ പറയും തഥാസ്തു. സംരക്ഷണം. മനുഷ്യൻ അതിനു വേണ്ടിയാണ് ഇത്രയൊക്കെ മെനക്കെടുന്നത്. ഒരു സംരക്ഷണം വേണം, പ്രൊട്ടക്ഷൻ വേണം. അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. രണ്ടാമത്തെ ആളെ ഭയമാണ്. പക്ഷേ ഇൻ റിസൾട്ട് എന്താണ്? എല്ലാവരുടെ കയ്യിൽ തോക്ക്. കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് പോകണം, അപകടം ഉണ്ടാവാൻ. എന്തിനാന്ന് വെച്ചാൽ രക്ഷിക്കാൻ. എന്ന് വെച്ചാൽ ഇനി മറ്റൊരാളെ കൊന്നിട്ട് താൻ രക്ഷിക്കാം, രക്ഷപ്പെടാൻ. ചെറിയ കുട്ടികൾ സ്കൂളിൽ പോയി വാദ്യാരെ വെടിവെച്ച് കൊല്ലുന്ന കഥകളൊക്കെ ഉണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് പോലും കേട്ടു, അടുത്തുള്ള കുട്ടികളെ ടീച്ചറെയൊക്കെ വെടിവെച്ചു. പക്ഷെ അത് വെച്ചത് എന്തിനാ? രക്ഷയ്ക്ക് വേണ്ടിയാണ്. സംരക്ഷണം. അപ്പം നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയോ ഏർപ്പാടാക്കണു, അതൊന്നും നമ്മളെ രക്ഷിക്കില്ല. സൗന്ദര്യം, ലോകത്തിലൊക്കെ സുന്ദരമായ വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞ് അതിലൊക്കെ പെട്ടുപോകും. എന്തൊക്കെ അഴക് ഭംഗിയുണ്ടോ അതൊക്കെ നമ്മളെ വിഭ്രമിപ്പിച്ച് മോഹിപ്പിച്ച് അതിൽ പെട്ട് വലഞ്ഞു പോകും. ആത്മാവിൽ നിന്ന് അന്യമായിട്ടുള്ള സൗന്ദര്യമൊക്കെ വിഷമിപ്പിക്കും. അതിന് ഇയാൾ അഡിക്റ്റഡ് ആവും. അപ്പം സൗന്ദര്യവും ആത്മാവിലാണെന്ന് അറിഞ്ഞാലോ അവിടുന്ന് പോകില്ല. സംരക്ഷണ ആത്മാവിലാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ജനനം മരണവും ഒന്നുമില്ല, ശാശ്വതമായ സത്യമാണ്. അവിടെ ഒരു അപകടവും വരാൻ പറ്റില്ല. അവിടെ സംരക്ഷണമാണ്, സത്ത്. സൗന്ദര്യവും ആത്മസ്വരൂപത്തിൻ്റെയാണ്. ജഡത്തിന് എവിടെ സൗന്ദര്യം? ഒരു നല്ല സുന്ദരിയായ സ്ത്രീ എന്നാൽ അവർ മരിച്ചു കഴിഞ്ഞിട്ട് സ്റ്റഫ് ചെയ്ത് വെക്കൂ, സൗന്ദര്യം ഉണ്ടാവുമോ? എത്ര ദിവസം ഉണ്ടാവും? അല്ലെ അതേപോലെ ഒരു പാവ ഉണ്ടാക്കി വെച്ചാൽ എത്ര ദിവസം ആ സൗന്ദര്യം നോക്കും? അതിനകത്ത് എന്തോ ഒന്നുണ്ടായിരുന്നു,
സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൗന്ദര്യമുണ്ട്, അസ്തമിക്കുമ്പോൾ സൗന്ദര്യമുണ്ട്. ചന്ദ്രന് സൗന്ദര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചൈതന്യവത്താണ്. പ്രകൃതി നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, മല കാണുമ്പോൾ എത്ര ദിവസം വേണമെങ്കിൽ കാണാം, ചന്ദ്രനെ എത്ര പ്രാവശ്യം വേണമെങ്കിൽ കാണാം, സൂര്യനെ എത്ര പ്രാവശ്യം വേണമെങ്കിൽ കാണാം, സീരിയൽ എത്ര പ്രാവശ്യം കാണും. ഒരു സിനിമ എത്ര പ്രാവശ്യം കാണും. പണ്ട് ഞങ്ങളുടെ അവിടെ ഈ തിരുവിളയാടൽ എന്ന് പറഞ്ഞു തമിഴ് സിനിമ വന്ന് 6 മാസം ഓടി. അപ്പം ചിലരെയൊക്കെ വിളിച്ചാൽ പറയും, അയ്യയ്യേ ഞാൻ 15 പ്രാവശ്യം കണ്ടു കഴിഞ്ഞു എന്ന് പറയും. ഇനി വയ്യാന്നർത്ഥം. അതുവരെ 15 പ്രാവശ്യം കണ്ടു കഴിഞ്ഞു, ഇനി വയ്യ, കഴിഞ്ഞു, അസ്തമിച്ചു. ഓരോ ഡയലോഗും അടുത്തത് അറിയും. ആ സിനിമയ്ക്ക് അങ്ങനെയായിരുന്നു ഒരു വിശേഷം. ഈ അടുത്ത് പലരും അതിലത്തെ എല്ലാ പാട്ടും പാടും, എല്ലാ ഡയലോഗും പറയും. എന്താണെന്നൊന്നും അറിയില്ല, ആ ശബ്ദം ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. 6 മാസമൊക്കെ ഇങ്ങനെ. പക്ഷെ അതിനൊരവസാനമുണ്ട്, ഒരു അറുതിയുണ്ട്, ഒരു അവസാനിക്കും, അതും നിന്നു പോകും, കഴിഞ്ഞു. അപ്പോൾ പുറമേ നിന്നുള്ള സുഖം, ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് സുഖം, എത്ര കഴിക്കും? ബാഹ്യമായ കംഫേർട്സ് ഒക്കെ ഉണ്ടാക്കി വെക്കണം, എത്രയാണ്? അവസാനം അത് തന്നെ ഇഷ്ടപ്പെടാതാവും അല്ലേ? നല്ല മുറിയുണ്ട്, നല്ല AC ഉണ്ട്, അല്ലാണ്ട് അതൊക്കെ സുഖമാണ്. എത്ര സുഖം തരും? ശരി, ഓക്കെ, ആ AC ഇട്ട് കഴിഞ്ഞാൽ അവസാനം പറ്റില്ല. ഇതൊക്കെ ഈ AC ഇല്ലാത്ത കാലത്ത് ഓട്ടുവരയും തട്ടും ഒക്കെ ആകുമ്പോൾ ഒരുമാതിരി ചൂട് സഹിക്കും. ഇപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ ചൂട് സഹിക്കാൻ പറ്റില്ല. എന്നാൽ AC ഇട്ടാൽ ജലദോഷം പിടിക്കും, കഫം കെട്ടും, AC-യിൽ നിന്നുള്ള ഡസ്റ്റ് അലർജി. അപ്പോൾ ഈ സുഖം തന്നെ ദുഃഖമായിട്ട് തീരുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യണം എന്നാണ് പറയണവർ. AC ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം. ഈ പ്ലംബർമാരാണെങ്കിലോ അവരെപ്പോഴും പറയും സ്കൂളെത്തി എന്ന് പറയും. എന്നുവെച്ചാൽ ഞങ്ങളുടെ അവിടെ സ്കൂളാണ് അടുത്തുള്ളത്, അവിടെ എത്തി. ആ സ്കൂളിൽ നിന്ന് ഇങ്ങടേക്ക് വരികയില്ല. എപ്പോൾ ചോദിച്ചാലും പറയും, അത് ഞാൻ പാലക്കാട് ഉള്ളപ്പോഴും അതേ തിരുവണ്ണാമലയിലുള്ളപ്പോൾ പറയും, സ്വാമി ആശ്രമത്തിന് മുമ്പിലെത്തി എന്ന് പറയും. ആശ്രമം മുന്നാടി വന്നിട്ടേ എന്ന് പറയും. അത് ഏത് ആശ്രമമോ എപ്പോൾ വരുമോ വരികയില്ല. അപ്പോൾ എല്ലാവരെയും ആശ്രയമാണ്. ഈ പുറത്തു നിന്നുള്ള സുഖം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ആശ്രയിക്കണം. പുറത്തുനിന്നുള്ള സൗന്ദര്യം എന്ന് പറയുമ്പോൾ എല്ലാ സൗന്ദര്യവും കുറച്ച് കഴിയുമ്പോൾ ബോറടിച്ചു പോകും. പിന്നെ വേറെ എവിടെ സൗന്ദര്യം? വേറെ എവിടെ? സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്വപുഹു അല്ലേ? ഗുരുവായൂരപ്പനെ പറഞ്ഞു, സൗന്ദര്യത്തിനൊക്കെ സൗന്ദര്യം കൊടുക്കുന്ന ഒരു സൗന്ദര്യ സ്റ്റഫ്. അനാത്മശ്രീ വിഗർഹണം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു. ആത്മാവല്ലാത്തതിലൊന്നും അഴകില്ല എന്നാണ്, സൗന്ദര്യമില്ല. അതൊക്കെ കണ്ട് മോഹിച്ചു. ഹിമാലയത്തിലുള്ള ബ്യൂട്ടി കണ്ടിട്ട് പോലെ ശങ്കരാചാര്യർ പറയാണ്, എല്ലാ സൗന്ദര്യവും ആത്മാവിലാണ്. പുറത്ത് എന്തൊക്കെ എത്ര നേരം നോക്കും. ഇപ്പം അരുണാചലം പോലും പുറത്ത് നോക്കി. അവസാനം ഭഗവാൻ പറഞ്ഞ പോലെ അരുണാചലം ആത്മാവാണെന്ന് അറിയണം. അല്ലെങ്കിൽ അവിടെ ഇരുന്നാലും നോക്കിക്കൊണ്ടേയിരിക്കുമോ? ഇല്ല, അവനവൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് ആളുകൾ. അപ്പോൾ അവസാനം അരുണാചലം ആത്മാവാണ് അറിയണം. അപ്പോൾ സൗന്ദര്യം ആത്മാവിലാണ്, സംരക്ഷണം ആത്മാവിലാണ്. അതെങ്ങനെ സംരക്ഷണം? നമ്മൾ വിചാരിക്കണ പോലെ പുറമേക്കുള്ള സംരക്ഷണമല്ല, ഒരു ആപത്തുമില്ല എന്നുള്ള അറിവ്. അനശ്വരമാണ്, അവ്യയമാണ്, അതിൽ നാശമില്ല എന്നുള്ള അറിവാണ് സംരക്ഷണം. സംരക്ഷണം ആത്മാവിലാണ്. സൗന്ദര്യം എന്ന് വെച്ചാൽ സൗന്ദര്യം നമ്മൾ വിചാരിക്കണ പോലെയുള്ള സൗന്ദര്യമല്ല. അതിൻ്റെ സൗന്ദര്യം വേറെ ഒന്നിനും വരാനൊക്കില്ല. അതവിടെയാണ്. അതാണ് അഴക് സുന്ദരം പോൽ എന്ന്. ഉണ്ണഴകൈ കാട്ടൻ അരുണാചല. ഭഗവാൻ പറഞ്ഞു, അരുണാചല നീ അഴക് കാണിച്ചാൽ ബാക്കി അഴകിലൊന്നും മനസ്സ് പോകില്ല. സൗന്ദര്യവും സുഖവും സത്തയും തന്നിൽ കണ്ടു കഴിയുമ്പോൾ പുറമേക്ക് സൗന്ദര്യം അന്വേഷിച്ചുകൊണ്ടോ സുഖം അന്വേഷിച്ചുകൊണ്ടോ
സത്തയെ അന്വേഷിച്ചുകൊണ്ടോ പോവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഉപായം കൊണ്ട് ടെക്നിക്ക് കൊണ്ടൊക്കെ മനസ്സിനെ പിടിച്ചു നിർത്തിയാലും മനസ്സ് സന്ദർഭം വന്നാൽ ഓടിപ്പോവും. സന്ദർഭം വന്നാൽ മനസ്സ് ഓടിപ്പോവും. എന്താണെന്ന് വെച്ചാൽ അവിടെയാണോ സുഖം. അപ്പം സുഖം ഇവിടെയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പുറമേക്ക് എത്ര വലിയ സുഖം കൊണ്ടുപോയി കാണിച്ചോളൂ, ഭ്രമം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഭ്രമം വരും. മരുമരീചിക പോലെ. അവിടെ വെള്ളമുണ്ട്, കുംഭമേള പോണില്ലേ? ഒരാൾ ചോദിച്ചു, ഇല്ല. രണ്ടാമതൊരാൾ ചോദിച്ചു, മൂന്നാമതൊരാൾ ചോദിച്ചു. അപ്പോഴേക്കും പതുക്കെ തോന്നി പോയാലോ, അവിടെ പോയിട്ട് വേണം എന്തോ കാണണം. ഒരുപാട് എല്ലാവരും പോകണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അധികം പേരും പോണത്. പോയിട്ട് വരാം, ഒരു ദിവ്യമായ ഒരു സത്സംഗ സ്ഥാനം, അതൊക്കെ ശരി. പക്ഷെ അതുപോലുമല്ല, നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ പോയിട്ടില്ലെങ്കിൽ. അങ്ങനെ പോയിട്ട് വരും അല്ലേ? അപ്പോൾ അവിടെ പോയാൽ എന്തെങ്കിലും കിട്ടും, ഇവിടെ പോയാൽ എന്തെങ്കിലും കിട്ടും. കൈലാസിൽ പോയിട്ട് വരാം. നല്ല കാലത്തിന് വൈകുണ്ഠമൊന്നും ഇവിടെ ഇല്ല, അത് പേരിനേ ഉള്ളൂ. അവിടെ പോയിട്ട് വരാം, ഇവിടെ എല്ലായിടത്തും പോയിക്കോളും. അവസാനം തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. ഈ രാവിലെ ഓടാൻ പോണവരെ പോലെയാണ്, എവിടെ പോകണം തിരിച്ചു വരാൻ. വെട്ടത്തിൽ പോയിട്ട് അതേ സ്ഥലത്തേക്ക് വരാം അല്ലേ? ഈ ആരോ പറഞ്ഞു, പണ്ടൊക്കെ ആളുകൾ വാഹനമില്ലാതെ നടക്കണമല്ലോ. നടക്കണതിനൊരു പർപ്പസ് ഉണ്ട്. ഒരു സ്ഥലത്തു നിന്നും ഒരു സ്ഥലത്തേക്ക് എത്താനാണ് നടക്കുക. അങ്ങനെയാണ് പ്രകൃതിയിൽ. ഈ ഒരു പർപ്പസും ഇല്ലാതെ നടക്കുക, ഓടുക എന്നുള്ള ഒരേ ഒരു ഗ്രൂപ്പ് ഓഫ് ജന്തുക്കൾ നമ്മളാണിപ്പോൾ. ഇതുവരെ സൃഷ്ടിക്ക് ശേഷം ഇങ്ങനെ ഒരിടത്തും എത്താനല്ല ഓടുന്നത്, ഒരിടത്തും എത്താനല്ല നടക്കുന്നത് എന്നൊരു കൂട്ടം ആളുകൾ നമ്മൾ മാത്രമാണ്. ലെഫ്റ്റ് റൈറ്റ് രാവിലെ നടക്കണു. എന്തിനാ? ഒന്നുമില്ല, നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ കേൾക്കണ ആളുകളെ എത്ര കാലമായി നമ്മൾ എന്തൊക്കെ പറയണോ ഒന്നും കേൾക്കണില്ല. അപ്പോൾ നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കാൻ വേണ്ടി നടക്കുകയാണ്, ഒരിടത്തും പോകാൻ വേണ്ടിയിട്ടല്ല. നടക്കാൻ വേണ്ടി നടക്കുക, ഓടാൻ വേണ്ടി ഓടുക, നല്ല കാര്യമാണ്. ജപം ചെയ്യാനൊക്കെ നടക്കട്ടെ. ഞാൻ തമാശ പറഞ്ഞു, അതങ്ങനെ എടുക്കണ്ട. നിങ്ങൾ സുഖമായിട്ട് നടന്നോളൂ, ധാരാളം ജപം ചെയ്തുകൊണ്ട് നടക്കൂ. നല്ല സാധനയാണത്. സഞ്ചാര സമാധി, വാക്കിംഗ് മെഡിറ്റേഷൻ. പലരും അത് ചെയ്യാറുണ്ട്. വാക്കിംഗ് പോകുമ്പോൾ ജപം ചെയ്തുകൊണ്ടേ നടക്കണം, വാക്കിംഗ് പോകുമ്പോൾ സത്സംഗമൊക്കെ കേട്ടുകൊണ്ട് പോകണം. ഇങ്ങനെ പലരും ചെയ്യണുണ്ട്. അത് എന്തെങ്കിലുമൊക്കെ ട്യൂൺ ചെയ്താൽ നല്ല സാധനയാണ്. നല്ല പ്രാക്ടിക്കലായിട്ടുള്ള, നിങ്ങൾ ഇരുന്നു കൊണ്ട് ചെയ്യുന്നതിനേക്കാളും ഇഫക്റ്റീവായിരിക്കും. അതുകൊണ്ടാണ് അരുണാചലത്തിലെ ഗിരിപ്രദക്ഷിണമൊക്കെ എത്ര പ്രാധാന്യമായത്. കാരണം ആത്മവിചാരം ചെയ്തുകൊണ്ടേ നടക്കാം. അപ്പോൾ ധ്യാനം വളരെ ആഴത്തിൽ സിദ്ധിക്കും. അപ്പം അതുകൊണ്ട് ഊർഷുറ്റുളം വിടാതുനൈക്കണ്ട് അടങ്കിട ഉൻ അഴകൈക്കാട്ടൻ അരുണാചല. ഈ മനസ്സ് ഊർഷുറ്റാണ്, എല്ലാ ലോകത്തിലേക്കും പോവാണ്. അത് അടങ്ങാൻ, അത് ശാന്തമാവാൻ ആത്മസ്വരൂപനായ ഭഗവാനെ ഇവിടെ നിന്ന് ആ അഴകങ്ങോട്ട് കാണിക്കുമെന്നാണ്. എന്നുവെച്ചാൽ കൃപയെ എണീപ്പിക്കുകയാണ്. കൃപ എന്താണെന്ന് വെച്ചാൽ ആത്മാവിൻ്റെ ശക്തിയാണ്. ആത്മാവിൻ്റെ ശക്തി ഉണരുമ്പോൾ ചിത്തത്തിനെ അത് കബളനം ചെയ്യും, ചിത്തത്തിനെ തന്നിലേക്കത് ആകർഷിക്കും. അപ്പോൾ നിങ്ങളുടെ വലിയ എഫേർട്ടൊന്നും കൂടാതെ തന്നെ ധ്യാനം സമാധി സിദ്ധിക്കും. അപ്പോൾ അതിനുള്ള പ്രാർത്ഥനയാണ് ഈ ശ്ലോകം. തുടർന്ന് നാളെ കാണാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല 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 ശിവ അരുണാചല